തൻ്റെ ശരീരം നശിക്കുമോ, തനിക്ക് മുറിവേൽക്കുമോ എന്ന് ആലോചിക്കരുത്. അവസാന ബിന്ദു ശക്തി ഉള്ളതുവരെ അവർ അധർമ്മത്തിനെതിരെ പോരാടണം. അതാണ് ഈ ക്ഷത്രിയ സ്ത്രീകൾ അവർക്ക് ജനിക്കുന്ന കുട്ടികളുടെ ദൗത്യം. ഇതവരെ പറഞ്ഞ് മനസ്സിലാക്കണം. യദർത്ഥം ക്ഷത്രിയാസൂതേ, ഒരു ക്ഷത്രിയ സ്ത്രീ പ്രസവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടോ? തസ്യ കാലോയമാഗത, അതിനുള്ള കാലം വന്നു കഴിഞ്ഞു. ഇനി ആലോചിക്കരുത്, നീട്ടിക്കൊണ്ടുപോകരുത്. ഇതേവരെ നീട്ടി കൊണ്ടുപോയി. ഇതിനു മുമ്പേ ആകാമായിരുന്നു ഈ യുദ്ധം, അപ്പോഴൊന്നും അവർ ചെയ്തില്ല. ഇനി 12 13 കൊല്ലം കഴിഞ്ഞിട്ടും ഇനിയും നീട്ടിപ്പോയാൽ അസ്മിൻ ചേതാഗതേ കാലേ മിഥ്യാചാതിക്രമിഷ്യതി, ഇപ്പോഴും അവർ വല്ല ഒഴികഴിവും പറഞ്ഞോ, സ്നേഹം കൊണ്ട്, ദയവ് കൊണ്ട്, സഹിഷ്ണുത കൊണ്ട്, വിട്ടുവീഴ്ച കൊണ്ട്, രക്തച്ചൊരിച്ചൽ ഒഴിവാക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ ഈ വന്നിട്ടുള്ള അവസരം ഒഴിവാക്കി കളഞ്ഞു എന്നുണ്ടെങ്കിൽ അതും കടന്നങ്ങോട്ട് പോവും. പിന്നെ ഒരു അവസരം വന്നു എന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയണു, അവർ യുദ്ധം ചെയ്തേ തീരൂ. ക്ഷത്രിയ സ്ത്രീ ആൺകുഞ്ഞുങ്ങളെ പ്രറ്റു വളർത്തുന്നതിൻ്റെ ഒരേ ഒരു ഉദ്ദേശം ഇതാണെന്ന് ഇതാ പറഞ്ഞയക്കണത്. ഏതദ്ധനഞ്ജയോ വാച്യോ നിത്യോദ്യുക്തോ വൃകോദരഃ യദർത്ഥം ക്ഷത്രിയാസൂതേ തസ്യ കാലോയമാഗതഃ അസ്മിൻ ചേതാഗതേ കാലേ മിഥ്യാചാതിക്രമിഷ്യതി. ഈ കുന്തിദേവി ആരാ? കൃഷ്ണൻ്റെ അമ്മായിയ, അച്ഛൻ്റെ സഹോദരിയാണ്. അപ്പോൾ അച്ഛൻ്റെ സഹോദരി അങ്ങനെ ആവേശത്തോടു കൂടി ഇത് പറഞ്ഞു കേട്ടപ്പോൾ കൃഷ്ണന് സന്തോഷം തോന്നി. ഞാനിവിടെ ദൂതന് വന്നിട്ടുണ്ട്, ദൗത്യം വേണ്ടതുപോലെ നിർവഹിക്കും. എന്നാലും കൃഷ്ണൻ ആദ്യമേ പറഞ്ഞുവല്ലോ, ദുര്യോധൻ്റെ പ്രകൃതം എന്താ സംഭവിക്കാൻ പോണേന്നറിയാം. എന്നാലും നമുക്ക് എടുത്തിടാനുള്ള സർവ്വ കല്ലും എടുത്തിടണം, ഒന്നും മറിച്ചിടരുതെന്ന് പറഞ്ഞിട്ടാണ് വരണത്. അപ്പം അമ്മ ഇത് പറഞ്ഞു കേട്ടപ്പോൾ സന്തോഷം തോന്നി. ഇങ്ങനെ തന്നെയാണ് മക്കളെ പറഞ്ഞ് ആവേശവും ഉത്സാഹവും മനസ്സാന്നിധ്യവും ധീരതയും ഒക്കെ തരേണ്ടത്. അമ്മയെ വിചാരിച്ച് പടപൊരുതില്ല എന്നല്ല, അമ്മയെ വിചാരിച്ച് അസലായിട്ട് പൊരുതണം പട അധർമ്മത്തിനെതിരെ. അത് കേട്ടിട്ട് കൃഷ്ണൻ പറയാണ്, അരോഗാൻ സർവസിദ്ധാർത്ഥാൻ ക്ഷിപ്രം ദ്രക്ഷ്യസി പാണ്ഡവാൻ ഈശ്വരാൻ സർവലോകസ്യ ഹതാമിത്രാൻ ശ്രിയാ വൃതാൻ. പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടിട്ട് എന്താ തോന്നുന്നത്? ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്തില്ലല്ലോ, എന്നാൽ ഞാൻ ചോദിക്കും, ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയണോ? മഹാഭാരതത്തിൻ്റെ വിവരണങ്ങൾ വ്യാസമഹർഷി, നമ്മുടെ പൂർവികൻ, അദ്ദേഹത്തിൻ്റെ അനന്തരവന്മാർക്ക്, പിൻഗാമികൾക്ക് അറിയണം. അവരുടെ മനസ്സ് വികസിക്കണം. ഈ ഇടുങ്ങിയ മനസ്സാണ് നമുക്കൊക്കെയുള്ള വിഷമം. അതിൽ വിശാല ചിന്ത വരില്ല. തൻ്റെ അച്ഛൻ അമ്മ കല്യാണം കഴിഞ്ഞാൽ അവർ രണ്ടുപേരും പിന്നെ പോയി മിക്കവാറും. പിന്നെ കെട്ടിയവനും മാത്രമായി. പിന്നെ ഉണ്ടായ കുട്ടികൾ. അങ്ങനെ ഈ ഇടുങ്ങിയ ഒരു വീട്ടിലിരുന്നാൽ നിങ്ങളുടെ മനസ്സ് വികസിക്കില്ല. ഈ ലോകം എന്ന് പറയുന്നത് ഒരാൾ ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, ഒരു വീട്ടുകാരും ജീവിക്കാൻ പറ്റില്ല. ഒരാളുണ്ടെങ്കിൽ ഒരു വീടുണ്ട്, ഒരു വീടുണ്ടെങ്കിൽ അയൽവക്കങ്ങളുണ്ടെങ്കിലോ ഒരു ഗ്രാമമുണ്ടെങ്കിലോ ജില്ലയുണ്ട്, ജില്ലയുണ്ടെങ്കിലോ സംസ്ഥാനമുണ്ടെങ്കിലോ രാജ്യമുണ്ടെങ്കിൽ ലോകവുമുണ്ട്. ആ ലോകത്തിലുള്ള പ്രജകൾ മുഴുവൻ ഏതേത് തരക്കാരാ? നമ്മൾ നന്നായതുകൊണ്ട് ബാക്കിയുള്ളവർ നന്നായിക്കൊള്ളുന്നില്ല. നന്നാവാത്ത ആൾക്കാരും ഈ ലോകത്തിലുണ്ട്. അവർ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് പിന്നെ എവിടെയാ പോവാനുള്ള സ്ഥലം? ഞങ്ങൾക്കും ഞങ്ങളുടെ ചിന്താഗതിയുണ്ട്. നിങ്ങൾ അതിനെ ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിച്ചോളൂ, വിടില്ല എന്നാണ് അഭിപ്രായം. ദുര്യോധനൻ എന്താ പറയണത്? കൊടക്കില്ല ഞാൻ എന്നാ പറയാൻ പോണത്. എൻ്റെ അവകാശം പിടിച്ചു പറിക്കണമെങ്കിൽ നിങ്ങൾ പറിച്ചോളൂ എന്ന്. ഇതാണ് മൂപ്പരുടെ അഭിപ്രായം. അപ്പം കൃഷ്ണൻ പറയുകയാണ്, അത് കേട്ട് സന്തോഷിച്ച്, അരോഗാൻ സർവസിദ്ധാർത്ഥാൻ ക്ഷിപ്രം ദ്രക്ഷ്യസി പാണ്ഡവാൻ ഈശ്വരാൻ സർവലോകസ്യ ഹതാമിത്രാൻ ശ്രിയാവൃതാൻ. കൃഷ്ണൻ്റെ മനസ്സിലുള്ളതും അദ്ദേഹം വരാൻ പോകുന്ന കാര്യങ്ങളെ എങ്ങനെ നോക്കി അപഗ്രഥിച്ച് മനസ്സിലാക്കി ശരിയായ ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുന്നതാണ് ഈ വകരംഗങ്ങൾ. ഇതൊക്കെ ആണെങ്കിലും അദ്ദേഹം അവിടെ പോയി സംസാരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പടപൊരുതാൻ തയ്യാറായിട്ടാണ് പാണ്ഡവന്മാരെന്നെ പറഞ്ഞയച്ചിരിക്കുന്നത്. അങ്ങനെ ധിക്കാരമോ ഒരു വലിയ സ്വരമോ ആധിപത്യം അതൊന്നും അവിടെ കാണിച്ചിട്ടില്ല. അദ്ദേഹം എന്താ സംസാരിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കാം. അപ്പം നമ്മുടെ മനസ്സ് താഴേണ്ടയിടത്ത് താഴണം.
ഉയരേണ്ടയിടത്ത് ഉയരണം. ഉത്തമമായിരിക്കുന്ന അഭിലാഷങ്ങൾ പുലർത്തേണ്ടയിടത്ത് പുലർത്തണം. അധമമായിരിക്കുന്ന കാര്യങ്ങൾ വർജിക്കണം. ഇതിനെല്ലാറ്റിനും നമ്മുടെ പൗരുഷം നമ്മളെ തുണച്ചാലേ പറ്റുള്ളൂ. അപ്പം അദ്ദേഹം കുന്തിയോട് പറയാണ്, അരോഗാൻ സർവസിദ്ധാർത്ഥാൻ. അമ്മായി, ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ. ഭവതിയുടെ പുത്രന്മാരെല്ലാവരും അരോഗാൻ, അവർക്ക് ആരോഗ്യമുള്ളവരാ. ശരീരത്തിന് യാതൊരു കേടുമില്ല. പടപരുതാനൊക്കെ നല്ല ശക്തിയുണ്ട്. ഭീമൻ്റെ ശക്തി എത്രയാന്ന് പറയാൻ പറ്റില്ല. 20,000 ആനയുടെ ശക്തിയാണത്ര ഭീമന്. സർവസിദ്ധാർത്ഥാൻ, അവർക്കിനി ജീവിതത്തിൽ ഒരഭിലാഷവും ബാക്കിയുണ്ടാവില്ല. എല്ലാ കാര്യവും നേടിയെടുത്തിട്ടുണ്ടാവും. ക്ഷിപ്രം ദ്രക്ഷ്യസി പാണ്ഡവാൻ, പാണ്ഡവന്മാരെ, പാണ്ഡുവിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും തന്നെ അവരെ ഭവതി കാണും. എങ്ങനെ? ദ്രക്ഷ്യസി ക്ഷിപ്രം, അധികം താമസിക്കാതെ കാണും. അവരെ അരോഗന്മാരായി, ദൃഢഗാത്രന്മാരായി, സർവ്വതും ലഭിച്ചത് സർവസിദ്ധാർത്ഥന്മാരായി. ഈശ്വരൻ എന്നൊരു വാക്കാണ് കൃഷ്ണൻ ഉപയോഗിക്കുന്നത്. ഈശ്വരൻ എന്നുള്ള വാക്കെന്താ? എല്ലാ വിധത്തിലുള്ള അധികാരവും, എന്തും മാറ്റാനും തിരുത്താനുമുള്ള അധികാരം കൺട്രോൾ ചെയ്യുന്ന ആളെയാണ് ഈശ്വരൻ എന്ന് പറയുക. രാജാവ് ഒരു നിലയ്ക്ക് ഈശ്വരനാ പ്രജകളെ സംബന്ധിച്ചിടത്തോളം. ആ രാജാവ് അനുവദിക്കുന്ന സ്വാതന്ത്ര്യ പ്രജകൾക്ക് ഉണ്ടാവുള്ളൂ. അദ്ദേഹം നൽകുന്ന രക്ഷയെ അവർക്ക് ഉണ്ടാവുള്ളൂ. അദ്ദേഹം കോഴയാണെങ്കിൽ ബാക്കിയുള്ളവരും കോഴയായി തീരും. അപ്പോൾ ഈശ്വരാൻ, നല്ല കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, സർവലോകസ്യ, എല്ലാ ലോകത്തിൻ്റെയും ആധിപത്യം അവർക്ക് കിട്ടും. ഹതാമിത്രാൻ ശ്രിയാവൃതാൻ, അമിത്രന്മാർ, ശത്രുക്കളായിട്ടുള്ളവർ മുഴുവൻ ഹനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കും. ഐശ്വര്യത്തോടും സമ്പദ് സമൃദ്ധിയോടും കൂടി വിജയശ്രീയിൽ ആളിതരായി അവരെ അമ്മായിക്ക് കാണാം അധികം താമസിക്കാതെ വേഗം എന്ന്. ഇത് പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് പോണത്. അരോഗാൻ സർവസിദ്ധാർത്ഥാൻ ക്ഷിപ്രം ദ്രക്ഷ്യസി പാണ്ഡവാൻ ഈശ്വരാൻ സർവലോകസ്യ ഹതാമിത്രാൻ ശ്രിയാവൃതാൻ. അങ്ങനെ കുന്തിദേവിയെ പ്രദക്ഷിണം വച്ച് വന്ദിച്ചതിന് ശേഷമാണ് ദുര്യോധൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. അവിടുന്ന് ദുര്യോധൻ്റെ അവിടേക്ക് പോവാണ്. അപ്പോൾ ദുര്യോധനൻ്റെ അവിടേക്ക് ചെന്ന സമയത്ത് ദുര്യോധനൻ, ദുശാസനൻ, ശകുനി, കർണൻ ഇവരെല്ലാവരും അവിടെയുണ്ട്. മാത്രമല്ല അനവധി രാജാക്കന്മാർ കൃഷ്ണൻ ദൂത് പറയാൻ വരണു എന്ന് മനസ്സിലാക്കി സർവ്വ ആൾക്കാരും അവിടെ വന്നിട്ടുണ്ട്. വരാൻ പറ്റുന്നവരൊക്കെ. എന്താ കാരണം? ഈ ദൂതാണ് നിശ്ചയിക്കാൻ പോണത് ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ. മഹാഭാരത യുദ്ധം എന്ന് നാം പറയുന്നത് നടക്കുമോ നടക്കില്ലയോ, അത് ആവശ്യമാണോ അല്ലയോ, അത് ഒഴിവാക്കാൻ പറ്റുമോ പറ്റില്ലയോ. മാത്രമല്ല അവർക്ക് അറിയണം. എന്തറിയണം? ഈ യുദ്ധം നടക്കാൻ പോണു വലിയ ഒരു ധർമ്മയുദ്ധമാണ്. ഈ ധർമ്മയുദ്ധത്തിൽ ധർമ്മപക്ഷക്കാർ ധർമ്മം ആവശ്യപ്പെടുന്നതും അനുശാസിക്കുന്നതുമായ എല്ലാ പടികളും എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്, അതോ എവിടെയെങ്കിലും അവിടെ ഒരു പോരായോ, ഒന്നും കൂടി ആകാമായിരുന്നു യുദ്ധം ഒഴിവാക്കാൻ എന്ന് പറയാൻ വല്ലതുമുണ്ടോ എന്ന് അവർക്ക് അറിയണം. അപ്പം നേരിട്ട് വന്ന് കാര്യങ്ങളാ മനസ്സിലാക്കി കളയാം. അതിൽ കുറേയൊക്കെ ആൾക്കാർ ദുര്യോധനെ സപ്പോർട്ട് ചെയ്യുന്നവരാവാം, പിന്താങ്ങുന്നവരാവാം. അങ്ങനെ എല്ലാ രാജാക്കന്മാരുമുണ്ട് അവിടെ. ദുര്യോധനുണ്ട്, ദുശാസനുണ്ട്, ശകുനിയുണ്ട്, കർണനുണ്ട്, പിന്നെ എല്ലാവരും രാജാക്കന്മാരും. അവരെല്ലാവരും എന്ത് ചെയ്തു? കൃഷ്ണൻ ചെന്നപ്പോൾ ആരും പറയാതെ എല്ലാവരും അങ്ങോട്ട് എണീറ്റ് നിന്നു. അപ്പോൾ വരുന്ന ആളെ വേണ്ടതുപോലെ സ്വാധീനിക്കണം, സത്കരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? സത്കാരം ഒരു ഭാഗത്ത്, സ്വാധീനിക്കുന്നത് വേറൊരു ഭാഗത്ത്. അപ്പോൾ സ്വർണ്ണ കട്ടിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ നല്ല വിരിപ്പുകളും അലങ്കാരങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ആയിട്ട് ആ സ്വർണ്ണ കട്ടിലാണ് ഇരുത്തി ആദരിച്ചത് കൃഷ്ണനെ. മുൻപ് പറഞ്ഞ മാതിരി അദ്ദേഹത്തിന് അർഘ്യം, പാദ്യം, ആചമനീയം, മധുപർക്കം ഇത്യാദികളൊക്കെ കൊടുത്തു. കൗരവന്മാരെല്ലാവരും കൂടി ചുറ്റുമിരുന്നു. അവരുടെ ഇടയിൽ വേദവ്യാസർ പറയാണ്, സൂര്യനെപ്പോലെ പ്രകാശിച്ചു അത്രേ കൃഷ്ണൻ. സൂര്യനെപ്പോലെ പ്രകാശിച്ചു. എന്നിട്ട് കുശലവും യോഗക്ഷേമവും ഒക്കെ സംവദിച്ചു. അതൊക്കെ സംസാരം കഴിഞ്ഞതിന് ശേഷമാണ് ദുര്യോധനൻ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് ക്ഷണിച്ചത്. ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് ക്ഷണിച്ചു. അപ്പോൾ ദുര്യോധനൻ ആ ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണെന്ന് പറയാൻ പറ്റില്ല. പ്രേക്ഷകരായ നിങ്ങളൊക്കെ ആലോചിച്ചോളൂ. എന്താണ് ദുര്യോധനൻ മുമ്പ് പറഞ്ഞത്? ഇപ്പോഴോ ക്ഷണിക്കണു. അപ്പോൾ ഈ ക്ഷണിക്കണത് ശരിക്ക് ഹാർദമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണോ? അത് ഒരു നീക്കമാണോ?
അതോ ഒരു കാട്ടിക്കൂട്ടലോ ഒരു പ്രഹസനമോ? നിങ്ങൾ തന്നെ ആലോചിക്കണം. അത് കേട്ട വശം കൃഷ്ണൻ ഒരു സംശയവും ഉണ്ടായില്ല, തിരസ്കരിച്ചു. ഞാൻ വരണില്ല, വേണമെങ്കിൽ എനിക്ക് വിശപ്പില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോഴാണ് ദുര്യോധനൻ കാരണം ചോദിക്കുന്നത്. ഞാൻ ഇത്ര എല്ലാ വിഭവസമൃദ്ധമായി ഉചിതമായ സ്ഥലത്ത് ഉചിതമായ രീതിയിൽ വളരെ ഭംഗിയായി എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അവിടെ ക്ഷണിച്ച് ഊണ് കഴിക്കാൻ വന്നപ്പോൾ അങ്ങ് തിരസ്കരിച്ചത് എന്തേ? എന്താ അത് ചോദിക്കാനുള്ള അവകാശം ദുര്യോധനുണ്ടല്ലോ. കൃഷ്ണന് തിരസ്കരിക്കാം എന്നുണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പം നിങ്ങൾ സ്വന്തം ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും എന്തെങ്കിലും ശരിയല്ലാത്തൊരു കാര്യം ചെയ്താൽ നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണം. കൊടുക്കാത്ത വീടുകളൊന്നും വീടല്ല. മുതിർന്ന കുട്ടികൾക്കും ആ സ്വാതന്ത്ര്യം കൊടുക്കണം. അച്ഛനമ്മമാർ ഇന്നത് ചെയ്യണു, ഇത് മക്കൾക്ക് ഇഷ്ടമായില്ല, ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ എപ്പോൾ വേണമെങ്കിൽ ചോദിച്ചോളൂ. നിങ്ങൾക്ക് ഭിന്നാഭിപ്രായമോ ജിജ്ഞാസയോ ഉണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഗൃഹമേ നന്നാവുള്ളൂ. അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് ആരോഗ്യകരമായ ജീവിതത്തിൻ്റെ ലക്ഷണമാണ്. ഇപ്പം നമ്മുടെ പാർലമെൻറ്റിൽ ഒരേ അഭിപ്രായമാണെങ്കിൽ പാർലമെൻറ്റ് ഉണ്ടാവുമോ? എന്താ ഈ ജനായത്തം? ജനായത്തം എന്ന് പറയുന്നത് ജനങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ളത്. നമ്മുടെ ഡെമോക്രസിയിലുള്ള തകരാറെന്താ? ഇവിടെ എന്താ? നിയമസഭയുടെ ഒരു ആധിപത്യം മാത്രമേ ഇവിടെയുള്ളൂ. ആ നിയമസഭയിലുള്ള സാമാജികന്മാരെ തെരഞ്ഞെടുത്തയച്ചത് പ്രജകളാണ്. അതുകൊണ്ട് പ്രജകളുടെ മനസ്ഥിതി എന്താ, അവരുടെ അഭിപ്രായം എന്താ എന്നിവിടെ ആരും ചിന്തിക്കണില്ല. പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്ന ഒരഭിപ്രായം. പാർലമെൻറ്റ് കവിഞ്ഞും ജനങ്ങൾക്കൊരഭിപ്രായമുണ്ടല്ലോ. ആ അഭിപ്രായത്തിനെ പറ്റി ആരായാതെ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് ജനാധിപത്യം എന്ന് വർണ്ണിക്കാൻ അവകാശപ്പെടാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ രാജഭരണത്തിലായിരുന്നു മാക്സിമം ജനാധിപത്യം. വേഷം മാറി പ്രച്ഛന്ന വേഷക്കാരെ പറഞ്ഞയച്ച് മുക്കിലും കോണിലും രാത്രിയും പകലും എന്ത് നടക്കണു ആരെന്ത് പറയണു എന്ന് മനസ്സിലാക്കി വന്ന് രാജാവിൻ്റെ അടുത്ത് പറയുമ്പോഴേക്കും രാജാവ് അതിന് വേണ്ട സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞു. അങ്ങനെ സ്റ്റെപ്പ് എടുത്തിട്ടാണല്ലോ പൂർണ്ണ ഗർഭിണിയായ സീതയെ ശ്രീരാമൻ ഉപേക്ഷിച്ചത്, ആരോടും ചോദിക്കാതെ. അത് ജനായത്തമല്ലേ എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അതിലേറെ ഒരു ജനായത്തം എന്താ ഉള്ളത്? ഒരൊറ്റ ആളുടെ അഭിപ്രായത്തിന് പോലും ശ്രീരാമൻ ഇത്രയധികം പ്രതികരിച്ചു. നിങ്ങളെന്ത് പറയും? പ്രതികരിച്ചത് ശരിയായില്ല എന്നാ ഒരുപടി ആൾക്കാരുടെ അഭിപ്രായം. അതൊരിക്കലും പറയാൻ പറ്റില്ല. ദുര്യോധനൻ കാരണം ചോദിച്ചു. അപ്പോൾ കൃഷ്ണൻ വളരെ മിതമായ സ്വരത്തിൽ ഉറപ്പോടുകൂടി മറുപടി പറയുന്നു. ഒരു പക്ഷേ കൃഷ്ണൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് യുധിഷ്ഠിരൻ്റെ സന്ധ്യസംഭാഷണത്തിന് വേണ്ടി കൃഷ്ണൻ ഏറ്റെടുത്ത് പോണ പോക്ക്. ശാന്തിദൂതനാണല്ലോ. അവിടെ പോകുന്ന സമയത്ത് പലതും നടന്നു, പലരെയും കണ്ടു, പലരോടും സംസാരിച്ചു. ആ സംസാരിച്ചതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇന്നത്തെ കാലത്ത് തീപ്പെട്ടി പോലെയാണല്ലോ വീടുകൾ കുറേ. അതുമാതിരി കുടുംബക്കാരും വളരെ വളരെ കുറഞ്ഞ മിനി കുടുംബങ്ങളാണ്, ക്യാപ്സ്യൂൾ പോലെയാണ്. അടുത്ത കാലം വരെ ഇപ്പോൾ എൻ്റെയൊക്കെ പൂർവാശ്രമത്തിൽ ചെറുപ്പകാലത്ത് ഒരു വീട്ടിൽ 5-6 കുട്ടികൾ 6-7 കുട്ടികളൊക്കെ ഉണ്ടാവും. അവിടെ എന്തെങ്കിലും വിശേഷങ്ങൾ വന്നാൽ എല്ലാവരും കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു സന്ദർഭമാണ്. അങ്ങനെ ഒരുമിച്ച് ചേരുന്നിടത്ത് ഓരോരുത്തരും ഒറ്റയ്ക്ക് എല്ലാവരോടും ഇണങ്ങുന്നവരായി എന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ഒരു സദസ്സിൽ ചെന്നാൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്? ചില പുത്രവധുക്കൾ തമ്മിലേ ചേരുള്ളൂ, ചിലർ തമ്മിൽ ചേരില്ല. ഒരാളെ ചിലർക്ക് പിടിച്ചില്ല എന്ന് വരും. അപ്പോൾ അവിടെ പോയി കൂടി വാഴുന്ന സമയത്ത് പല വിധത്തിലുള്ള പെരുമാറ്റങ്ങളും സമീപനങ്ങളും ഉണ്ടാവും. ഇതെല്ലാം എങ്ങനെ നേരിടണം എന്നൊന്ന് കണ്ടുപിടിക്കേണ്ടതും ആലോചിക്കേണ്ടതുമാണ്. ഒരിക്കലും നമുക്ക് ഇടുങ്ങിയ മനസ്ഥിതിയോട് കൂടിയിരുന്നാൽ പറ്റില്ല. വിശാലമായ മനസ്ഥിതി വേണം. ആ മനസ്ഥിതി എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുക, കുടികൊള്ളുക, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ സന്ദർഭമാണ്. കൃഷ്ണൻ യുധിഷ്ഠിരൻ്റെ സന്ദേശവുമായി പോവാണ് പാണ്ഡവന്മാരുടെ. അവിടെ കാണുന്നതോ അനവധി ആൾക്കാരെയാണ്. ആ ശത്രുക്കളുടെ ഭാഗത്തും ആ കടുന്നൽ കൂട്ടിലും കൃഷ്ണനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. ചിലർ ഇഷ്ടപ്പെട്ടു എന്ന് നടിക്കും, ചിലർ ഇല്ലാതെ കാണിച്ചു കൊടുക്കും. ഇങ്ങനെ പലതരത്തിലാണ് അവിടെ പെരുമാറ്റം. ആ പെരുമാറ്റമൊക്കെ ഏറ്റുമേടിച്ച് തൻ്റെ മനസ്സിൻ്റെ സമനില പോകാതെ പെരുമാറണം എന്നുണ്ടെങ്കിൽ അത് വിശേഷപ്പെട്ട ഒരു വ്യക്തിപ്രഭാവമാണ്, വൈശിഷ്ട്യമാണ്. എങ്ങനെയാണത് കൃഷ്ണൻ നിർവഹിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കണം.
ഉടനെ പറയും കൃഷ്ണൻ ഭഗവാനായിരുന്നില്ലേ എന്ന്. ഭഗവാനായിരുന്നില്ല. മറ്റെല്ലാവർക്കും ജനിച്ചു വളർന്നതുപോലെ ഒരു കുട്ടിയായിരുന്നു കൃഷ്ണൻ. വളർന്നു. അദ്ദേഹം ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, വീക്ഷണം, മനസ്ഥിതി, ആലോചനാ ബുദ്ധി, നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു ഗുണം എന്താ? അനാശാസ്യമായിരിക്കുന്ന വശങ്ങളെ ഊർധ്വശ്വാസം വലിക്കുന്നത് വരെ നമ്മൾ നീക്കിക്കൊണ്ടിരിക്കണം. ആശാസ്യമായ വശങ്ങൾ ഉൾക്കൊണ്ടിരിക്കണം. ഇത് മനസ്സിലും ബുദ്ധിയിലുമാണ് നടക്കുന്നത്. മനസ്സിലാണ് ഈ ഗുണങ്ങളും മൂല്യങ്ങളും വന്ന് തങ്ങി നിൽക്കുക, സ്ഥാനം പിടിക്കുക. അതിനെ സഹായിക്കുന്നതാണ് നമ്മുടെ ബുദ്ധി. ബുദ്ധി ഏത് കാര്യത്തെക്കുറിച്ച് ആലോചിക്കാനും സന്നദ്ധമാണ് ആകണം. ആലോചിക്കുന്ന സമയത്ത് ഇഷ്ടാനിഷ്ടങ്ങൾ പാടില്ല. പിടിക്കായ ഇതൊന്നും നമുക്ക് പാടില്ല. ആലോചിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന വിഷയത്തിൻ്റെ പരമാവധി സത്യം അല്ലെങ്കിൽ പ്രാപ്യസ്ഥാനം അവിടെ ചെന്ന് എത്തണം എന്നുള്ളൊരു ഉദ്ദേശമേ ഉണ്ടാവാൻ പാടുള്ളൂ. ആലോചനയിൽ നമുക്ക് ഇഷ്ടാനിഷ്ടങ്ങൾ വന്നാൽ സത്യത്തിൻ്റെ അവിടെ ചെല്ലാൻ സാധിക്കില്ല. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. കൃഷ്ണൻ അവിടെ പറഞ്ഞത് എന്താ? ആരോട്? യുധിഷ്ഠിരനുമായി സംസാരിച്ചു. ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, ദ്രൗപദി 6 ആളോടും കൂടി സംസാരിച്ച് ഓരോരുത്തർ പറയുന്നതും കേട്ട് അതിന് പ്രതികരണം എന്നുള്ള നിലയ്ക്ക് തൻ്റെ മനസ്സിലുള്ളതും യാതൊരു വെച്ചുകെട്ടുമില്ലാതെ തുറന്ന് സംസാരിച്ച് സമാധാനിപ്പിച്ചിട്ടാണ് പോന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ശത്രുപക്ഷത്തിലെത്തുകയാണ്. അവിടെ ഓരോരുത്തർ സംസാരിക്കണു, പെരുമാറുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ്. വയസ്സുകൊണ്ടല്ല, നല്ല പെരുമാറ്റം കൊണ്ടല്ല. പക്ഷേ ഈ ആളുടെ മനസ്സിലുള്ള ഇംഗിതമാണ് ആ പക്ഷം മുഴുവനും നടപ്പിലാക്കാൻ പോകുന്നത്. ചൂത് കളിച്ചിട്ട് ദാസ്യം അടിച്ചേൽപ്പിച്ചതാണ് പഞ്ചപാണ്ഡവന്മാരിലും ഒരളവ് വരെ ദ്രൗപദിയിലും. ആര്? ദുര്യോധനൻ. അവിടെ ചൂതുകളിയൊന്നുമില്ലാതെ എൻ്റെ മനസ്സ് ഇങ്ങനെയാണ്, ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്, ഇതിന് നിങ്ങൾ സമ്മതിച്ചേ തീരൂ എന്ന് പറഞ്ഞ് അവസാനം ആ പുത്രപാശം എന്ന് പറയുന്ന ഒരു പാശമുണ്ടല്ലോ, അത് അച്ഛൻ്റെ മനസ്സിൽ ഇളക്കി വിട്ട് വലിയൊരു എളാങ്കെടുത്തിട്ട് ഇളക്കി വിടണ മാതിരി ഇളക്കി വിട്ടിട്ട് തൻ്റെ ഇംഗിതത്തിന് മുഴുവൻ സമ്മതം മേടിച്ചാണ് ഈ ദുര്യോധനൻ കഴിഞ്ഞുകൂടുന്നത്. കൃഷ്ണൻ പോകുന്നത് മനസ്സിലാക്കി അവിടെ നടന്ന സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. ഇപ്പം ദുര്യോധനൻ ചോദിക്കുകയാണ്, എന്ത്? ഞാൻ അങ്ങയ്ക്ക് വേണ്ടതുപോലെ ഒരു വിരുന്നൊരുക്കി, നല്ല നല്ല സാധനങ്ങളൊക്കെ മേടിച്ചു, നല്ല കട്ടിലിരുത്തി, ഒന്നാന്തരം ഡൈനിങ് ടേബിളുണ്ട്, പാത്രങ്ങളുണ്ട്, അതൊക്കെ വിളമ്പിത്തരാനുള്ള ആൾക്കാരും ഉണ്ട്, കൂടെ ഞാനും ഉണ്ട്. എന്നിട്ടും ഞാൻ വിളിച്ചിട്ട് എന്താ വരാത്തത്, എന്താ സ്വീകരിക്കാത്തത് എന്ന് അറിയണത്രേ ദുര്യോധനന്. പേരിന് വിളിച്ചു, കൃഷ്ണൻ ഉണ്ടില്ല, ഉണ്ടെങ്കിൽ എനിക്ക് വിഷമായിരുന്നു, പോയിക്കോട്ടെ എന്ന് വിചാരിക്കില്ല, ചോദിക്കണോ അവിടെ. അപ്പോൾ ഈ ചോദിക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ് അർത്ഥം നിങ്ങൾ തന്നെ ആലോചിച്ചോളൂ. അപ്പോൾ ഒരു കല്യാണത്തിനാവട്ടെ, അല്ലെങ്കിൽ ഒരു ഷഷ്ഠ്യബ്ദ പൂർത്തിക്കാവട്ടെ, ഒരു ശതാഭിഷേകത്തിനാവട്ടെ, നിങ്ങൾ അവരവരുടെ വീട്ടിൽ പോകേണ്ട സ്ഥലത്ത് പോയാൽ അനവധി വലിയ ഒരു ജ്ഞാതി വൃന്ദം അവിടെ ഉണ്ടാവും. അവരോടെല്ലാവരോടും പെരുമാറി മുഷിപ്പില്ലാതെ നിങ്ങൾക്ക് മടങ്ങി വരാൻ പറ്റണം. നിങ്ങൾക്ക് പിടിച്ചവരാവില്ല എല്ലാവരും. ചിലർക്ക് നിങ്ങളെ പിടിക്കില്ല, കണ്ണിന് നേരെ കണ്ടുകൂടാ എന്നുള്ളതുണ്ടാവും. ചിലർ കുശുമ്പായിരിക്കാം, വേറെ ചിലതായിരിക്കാം. പൂർവ്വകാലത്ത് നടന്ന സംഭവങ്ങളെ മനസ്സിൽ കരിങ്കല്ല് പോലെ അങ്ങനെ നേരെ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവാം. പക്ഷെ ഇവരൊന്നും ലോകത്തിൽ ഉണ്ടാവരുതെന്ന് പറഞ്ഞാൽ നടക്കില്ല. പല തരക്കാരാണ് ലോകത്തിൽ. അതിൽ നമുക്ക് കോട്ടം കൂടാതെ, പോറലേർക്കാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അതിനുള്ള പെരുമാറ്റ സംഹിത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതാണ് ധർമ്മം. അപ്പോൾ ആ ധർമ്മത്തിന് വിപുലമായിട്ടുള്ള അർത്ഥമാണ്, വളരെ വിശാലമാണ്. വ്യക്തിയുടെ മനസ്സിൽ നിന്നാണിത് തുടങ്ങുന്നത്, കുടുംബത്തിലേക്ക് വർദ്ധിക്കുന്നു, കുടുംബത്തിൽ നിന്ന് സമാജത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നീണ്ടുപോണു, ഒരു രാഷ്ട്രത്തിനെ മുഴുവൻ ഗ്രസിക്കുന്നു, ആലിംഗനം ചെയ്യുന്നു, ലോകം മുഴുവനും ഉൾക്കൊള്ളുന്നു. അതാണ് ധർമ്മത്തിൻ്റെ നില. അപ്പം കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു മനുഷ്യ തന്മയോടുകൂടി എങ്ങനെയാണ് പെരുമാറുന്നത്? അദ്ദേഹത്തിന് ഇഷ്ടാനിഷ്ടങ്ങളില്ലേ? ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് നല്ലത് വേണ്ട സമയത്ത് ചെയ്യുന്നതിൽ നിന്ന് കൃഷ്ണൻ പിന്തിരിയുന്നില്ല എന്നാണ് നിങ്ങൾക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ എവിടുന്നാണ് ഈ ചർച്ച തുടങ്ങിയത്? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. സഞ്ജയൻ യുദ്ധത്തിൻ്റെ 10ാം ദിവസമാണ് വരുന്നത്. ഭീഷ്മൻ വീണു എന്നങ്ങോട്ട് പറഞ്ഞു കേട്ടപ്പോൾ ധൃതരാഷ്ട്രൻ്റെ മനസ്സ് ആളിക്കത്താൻ തുടങ്ങി. മനസ്സ് ആളിക്കത്തിയിട്ടാണ് സഞ്ജയൻ ഓടി വന്ന് മഹാരാജാവിനോട് പറയുന്നത്. അപ്പം ഇനി പറയാൻ പോകുന്ന വൃത്താന്തം തനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ളൊരു മുഖവുരയോടുകൂടി പറയാണ്, ധർമ്മക്ഷേത്രത്തിൽ നടന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരൂന്ന്. ഈ ധർമ്മം മാത്രമേ നിങ്ങളെ തുണയ്ക്കുള്ളൂ,
ആപത്തിലും സമ്പത്തിലും. ആ ധർമ്മം എത്ര ഗഹനമാണ്, എത്ര ഗഹനമാണ്. അവിടെ 6 ആളോട് സംസാരിച്ചു വന്നിട്ടുള്ള കൃഷ്ണനാണ് ഇവിടെ പെരുമാറുന്നത്. ആലോചിക്കുന്നത് നിങ്ങൾ നോക്കിക്കോളൂ എന്താണെന്ന്. തതോ ദുര്യോധനോ രാജ വാർഷ്ണേയം ജയതാം വരം ന്യമന്ത്രയത് ഭോജനേന നാഭ്യനന്ദശ്ച കേശവ. വ്യാസദേവന്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞു, ക്ഷണിച്ചു, ആഹാരം കഴിക്കാൻ ഭോജനത്തിനായി കൃഷ്ണൻ നിരസിച്ചു എന്ന്. അത് നോക്കിക്കോളൂ. തതോ ദുര്യോധനോ രാജ വാർഷ്ണേയം ജയതാം വരം. അനന്തരം എന്തുണ്ടായി? ദുര്യോധനൻ, രാജാ ദുര്യോധനൻ വാർഷ്ണേയം ജയതാം വരം, വൃഷ്ണികുലജാതനായിരിക്കുന്ന കൃഷ്ണനെ ജയതാം വരം. ഈ ലോകത്തിൽ വിജയശ്രീലാളിതരായിട്ട് ആരാരെല്ലാം ഉണ്ടോ അവരിലൊക്കെ പരമശ്രേഷ്ഠനാണ്. ന്യമന്ത്രയത് ഭോജനേന നാഭ്യനന്ദശ്ച കേശവ. വളരെ ഭംഗിയായി ഒരു പക്ഷേ മധുരസ്വരത്തിൽ ക്ഷണിച്ചു കാണും. ഉള്ളിലുള്ളത് എന്താണെന്നിരിക്കട്ടെ, ക്ഷണിച്ചു. ആ ക്ഷണിച്ചത് കേട്ട ഉടനെ പറഞ്ഞു നാഭ്യനന്ദശ്ച കേശവ. അതുവരെ പറഞ്ഞ വാക്കുകളൊന്നും അവിടെ വ്യാസമഹർഷിക്ക് പറയാനില്ല. കേശവ ന അഭ്യനന്ദ എന്നൊരൊറ്റ വാക്കാ. അത് കൃഷ്ണന് ഇഷ്ടമായില്ല, കൃഷ്ണൻ അഭിനന്ദിച്ചുമില്ല. ഓ വരാമല്ലോ, ഞാൻ വിളിക്കാൻ കാത്തിരിക്കുകയാണ്, നല്ല ഊണാണ്, എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു ചേഞ്ചല്ലേ, ഒരു ഡൈവേർഷൻ അല്ലേ, ഒക്കെ വേണ്ടതുപോലെ വട്ടം കൂട്ടിയിട്ടുണ്ടാവുമല്ലോ. 4 കൂട്ടം പ്രസവൻ അങ്ങനെയൊക്കെയാണല്ലോ പതിവ്. അപ്പോൾ അങ്ങനെയല്ല പറഞ്ഞത്. ന അഭ്യനന്ദശ്ച കേശവ. വിളിച്ചതിനെ പറ്റി എന്താ, ഏയ് എനിക്ക് ഈ വിളി വേണ്ട. ഇങ്ങനെ അഭിനന്ദിക്കാതെയും സ്വീകരിക്കാതെയും ഇരുന്നത്. കസ്മാദന്നാനി പാനാനി വാസാംസി ശയനാനി ച ത്വദർത്ഥമുപനീതാനി നാഗ്രഹീഹി ത്വം ജനാർദ്ദന. നോക്കൂ, തിരസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തുന്നില്ല. ദുര്യോധൻ്റെ അവകാശമാണ്. ഞാൻ ഒരാളെ ക്ഷണിച്ചു, വന്നില്ല. എന്തുകൊണ്ടാണ് ക്ഷണിക്കണത്? വരണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ വരണം എന്നുള്ള ഉദ്ദേശത്തിൽ ക്ഷണിച്ചിട്ട് വന്നില്ലെങ്കിൽ എന്താ വരാത്തത് എന്ന് നമുക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. അതില്ല എന്ന് പറയരുത്. എനിക്ക് ജോലി തിരക്കുണ്ട്, വേറെ വയറ്റിന് സുഖമില്ല, ഞാനിപ്പോൾ ഒരു പഥ്യമാണ്, ഉപവാസം ഇരിക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്ത് ഊണ് കഴിക്കാൻ ഒരു ക്ഷണം കിട്ടിയിട്ടുണ്ട്, എന്തെങ്കിലും ഒരു കാരണം പറയണമല്ലോ. വിശപ്പുണ്ട്, ഊണ് കഴിക്കും വേണം. അപ്പോൾ ഊണ് കഴിക്കാനുള്ള സമയത്ത് ഊണ് കഴിക്കാൻ ഒരാളെ വിളിച്ചാൽ വന്നില്ലെങ്കിൽ എന്താ വരാത്തത് എന്നറിയണം. എന്താ വിളിച്ച ആൾക്ക് ആലോചിക്കണമല്ലോ. എന്ത്, ഞാൻ വിളിച്ചു വളരെ സ്നേഹത്തോടു കൂടി, വന്നില്ല, അപ്പം എൻ്റെ വിളിയിൽ വല്ല തെറ്റുമുണ്ടോ? ഇനി അടുത്ത കാലത്ത് വേറെ ഒരാൾ ഇതുപോലെ ക്ഷണിക്കുമ്പോൾ ഇപ്പം എന്തെങ്കിലും ഞാൻ തെറ്റോ അകൃത്യമോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീങ്ങി കിട്ടിയാലല്ലേ അടുത്ത ആളെ വിളിക്കുമ്പോൾ ഫലപ്രദമാവുള്ളൂ. എന്തുമാവാൻ കാരണം? അപ്പം അറിയാനൊരാവശ്യമുണ്ട്, നിർബന്ധമുണ്ട്. കസ്മാദന്നാനി പാനാനി വാസാംസി ശയനാനി ച. കൃഷ്ണന് വേണ്ടി അന്നപാനങ്ങളൊക്കെ ഏർപ്പെടുത്തി ഭംഗിയായിട്ട്. വസ്ത്രങ്ങളും വെച്ചിട്ടുണ്ട്, കൈ കഴുകി തുടയ്ക്കാനോ കാല് കഴുകി തുടയ്ക്കാനോ, ഇനി മാറണമെങ്കിൽ മാറാനോ ഒക്കെ വസ്ത്രവുമുണ്ട് അവിടെ. ശയനാനിജ. ഇനി ഊണ് കഴിച്ചൊന്ന് വിശ്രമിക്കണമെങ്കിലോ അതിന് വല്ല ദിക്കിലും പോകണമെന്നല്ല, നല്ല മുൻകരുതലോടുകൂടി വരാൻ പോകുന്ന ആൾ എങ്ങനത്തെ ആളാണ്, എന്തുദ്ദേശത്തിനാണ് വരണത്. സന്ധി നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ സന്ധിയിൽ 2 കൂട്ടരുണ്ടല്ലോ. അപ്പം ഞങ്ങളുടെ ഇഷ്ടവും നടത്തിക്കൊണ്ടാണ് ഈ സന്ധി ഉണ്ടാവുക. അപ്പം നമുക്കും വേണ്ടപ്പെട്ടവനാണ്. ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് അങ്ങയ്ക്ക് ഊണ് കഴിക്കാനും വസ്ത്രങ്ങൾക്കും ശയനത്തിനുമെല്ലാം ഏർപ്പെടുത്തിയത്. ത്വദർത്ഥമുപനീതാനി. അങ്ങേ ഒരൊറ്റ ആളെ ഉദ്ദേശിച്ചിട്ടാണ്. വരാൻ പോകുന്ന ആളുടെ വില, മഹിമ, പശ്ചാത്തലം, ഉദ്ദേശം, ലക്ഷ്യം, സ്വാധീനം, ശക്തി ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നാഗ്രഹീഹി ത്വം ജനാർദ്ദന. ഒറ്റ വാക്കുകൊണ്ട് ഇല്ല എന്നങ്ങോട്ട് പറയണമല്ലോ. ഇതെന്താ അതിന് കാരണം? ജനാർദ്ദന, ഇതല്ലേ ചെയ്തിട്ടുള്ളത്, അതെന്താ കാരണം എന്ന് ചോദിക്കുക. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഒരാളെ വിളിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടെങ്കിൽ അത് സ്വീകരിക്കാനും സ്വീകരിക്കാതെ ഇരിക്കാനുമുള്ള അവകാശം ക്ഷണിക്കപ്പെട്ടവനുമുണ്ട്. അങ്ങനെ വന്നാൽ ക്ഷണിച്ചവന് ചോദിക്കാം, എന്താണ് സ്വീകരിക്കാത്തത്, എൻ്റെ പേരിൽ വല്ല പെശകും ഉണ്ടോ എന്ന്. അതാണ് ദുര്യോധനൻ അവിടെ ചോദിക്കുന്നത്. ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരാൾ ക്ഷണിച്ചാൽ വെറുതെ മുഖത്തടിച്ചുമാതിരി ഞാൻ വരില്ല എന്ന് പറയരുത്. ഒരു ക്ഷണം എന്ന് പറഞ്ഞ ഒരാൾ തന്നാൽ അത് സ്വീകരിക്കാനാണ് ക്ഷണിക്കുന്നത്. അത് നിരസിക്കുകയാണെങ്കിൽ അതിന് തക്കതായ കാരണം വേണം. ആ കാരണം നിങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ളത് വേറെ കാര്യം.
നമ്മൾ സമാജജീവികളാണ്. ആ സമാജത്തിൽ ഒരാൾക്കും തന്നിലും തന്നെ കുടുംബത്തിലും മാത്രമായി കഴിഞ്ഞുകൂടാൻ പറ്റില്ല. നമുക്ക് അയൽവക്കക്കാർ വേണം, നാട്ടുകാർ വേണം, വീട്ടുകാർ വേണം, സ്നേഹിത വൃന്ദത്തിൽ നിന്നുള്ളവരെല്ലാവരും വേണം. ആർക്കെങ്കിലും വയസ്സായി, പ്രായമൂപ്പായി, ഒരു ഷഷ്ഠബ്ദപൂർത്തി നടത്തുകയാണ്, ശതാഭിഷേകമാണ്, 70 വയസ്സ്, 80 വയസ്സ്, 90 വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ പലരും പോയി കണ്ട് നമസ്കരിച്ച് ആശീർവാദം മേടിച്ച് അനുഗ്രഹം മേടിച്ച് വരിക എന്നൊരു സമ്പ്രദായമുണ്ട്. ഇതൊക്കെ ഒരു നാട്ടിലുള്ള ശിഷ്ടാചാരങ്ങളാണ്. ഈ ആചാരങ്ങൾ ഒരിക്കലും നല്ലതല്ല എന്ന് പറഞ്ഞ് തിരസ്കരിക്കരുത് നമ്മൾ. അപ്പോൾ ദുര്യോധനൻ ചോദിക്കുകയാണ്, കസ്മാദന്നാനി പാനാനി വാസാംസി ശയനാനി ച ത്വദർത്ഥമുപനീതാനി നാഗ്രഹീഹി ത്വം ജനാർദ്ദന. അത് കൃഷ്ണനെപ്പോലെ ഒരാൾ നിരസിച്ചു എന്ന് വരുമ്പോൾ അതിന് ഗൗരവം കൂടി. സാധാരണ ഒരാൾ നിരസിച്ചാൽ പോട്ടെ എന്ന് പറയാം. ദൂതിന് വന്നിരിക്കുന്നു, വന്നത് നമ്മുടെ രാജധാനിയിലാണ്, ഇവിടെ ചുരുങ്ങിയത് കുറച്ച് ദിവസം തങ്ങുന്നുണ്ട്, ഇവിടെ ആവാം, വേറൊരു സ്ഥലത്താവാം. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു ദൗത്യത്തിന് വന്ന് ഏത് സ്ഥലത്തുനിന്ന് തൻ്റെ കാര്യം നേടിക്കൊണ്ടുപോകണോ ആ ആതിഥേയൻ നൽകിയ ആതിഥേയത്വം നിരസിച്ചു ശാന്തിദൂതൻ എന്ന് പറഞ്ഞാൽ വലിയ ഗൗരവമാണല്ലോ കൃഷ്ണ. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ പലതാണ്, പെട്ടെന്ന് അങ്ങോട്ട് മറന്നു പോകാൻ പറ്റില്ല. നല്ല മനുഷ്യർ ചെയ്തത് യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനഃ സയത് പ്രമാണം ഗുരുതേ ലോകസ്തത് അനുവർത്തതേ എന്ന് കൃഷ്ണൻ തന്നെ പറയാൻ പോണു. എവിടെ? ഭഗവത്ഗീതയിൽ. യദ്യത് ആചരതി ശ്രേഷ്ഠ, ശ്രേഷ്ഠനായിട്ടുള്ള ഒരാൾ എന്ത് നടത്തുന്നുവോ, പെരുമാറുന്നുവോ, എങ്ങനെ പെരുമാറുന്നുവോ അത് ലോകത്തിന് മുഴുവൻ ഒരു മാതൃകയും ആവേശവും ഉത്സാഹവും ആദർശവുമാണ്. അപ്പം അങ്ങ് ഈ തിരസ്കരിച്ചത് എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. എനിക്ക് വിലയില്ലെന്നോ എനിക്ക് നിലയില്ലെന്നോ അങ്ങയെ സത്കരിക്കാൻ ഞാൻ അശക്തനാണെന്നോ എന്താണ് തകരാറ്? സയേവ മുക്തോ ഗോവിന്ദ പ്രത്യുവാച മഹാമനാഹ ഉദ്യൻ മേഘസ്വനഃ കാലേ പ്രഗൃഹ്യ വിപുലം ഭുജം. ഔ, വ്യാസദേവൻ തന്നെ വേണം ഇത് പറയാൻ. ദുര്യോധനൻ ചോദിച്ചു എന്നേ പറഞ്ഞുള്ളൂ. എന്താണ് എല്ലാം തിരസ്കരിച്ചത് എന്ന് അറിയണം. അവിടെ ദുര്യോധനൻ കയ്യും കലാശവും കാണിച്ചു, കരഞ്ഞു, അങ്ങനെയൊന്നുമുള്ള വാക്ക് അവിടെ ഇല്ല. ദുര്യോധനൻ അറിയണം എന്ന് വിചാരിച്ചു ചോദിച്ചു. അതിന് മറുപടി പറഞ്ഞതോ സയേവ മുക്ത ഗോവിന്ദ പ്രത്യുവാച മഹാമനാഹ. ഇങ്ങനെ ദുര്യോധനൻ പറഞ്ഞപ്പോൾ ഗോവിന്ദൻ എന്ത് ചെയ്തു? മഹാമനാഹ ഗോവിന്ദ പ്രത്യുവാച. മഹാമനസ്കനും മനസ്വിയുമായിരിക്കുന്ന ഗോവിന്ദൻ കൃഷ്ണൻ മറുപടി പറഞ്ഞു അത്രേ. പറയാനൊന്നുമില്ലാതെ അത് സാരമില്ല പിന്നെ പറയാം, ഇത്രയൊന്നും ഗൗരവാക്കാനില്ല, അങ്ങനെയൊന്നുമല്ല കൃഷ്ണൻ പറഞ്ഞത്. അതിന് മറുപടി ഉണ്ടെന്ന്. അങ്ങ് വിളിച്ചത്, ദുര്യോധനൻ വിളിച്ചത് ശരിയാ, വരില്ല വേണ്ട എന്ന് പറഞ്ഞതും ശരിയാണ്. അതിൻ്റെ പിന്നിൽ ഒന്നുമില്ല എന്ന് വിചാരിക്കരുത്. മഹാമനാഹ, ഈ തിരസ്കരിച്ച ആള് ഉപായപ്പെട്ടവനല്ല, മഹാമനസ്വിയാണ്. അപ്പം അദ്ദേഹം ആ തിരസ്കാരം കൊണ്ട് എന്തുദ്ദേശിക്കണു? ലോകത്തിന് മുഴുവൻ ഒരു മാതൃക രചിക്കാൻ ഉദ്ദേശിക്കുകയാണ്. എല്ലാവരും പലരും നമ്മളെ ക്ഷണിക്കാനുണ്ടാവും. ഏത് ക്ഷണം സ്വീകരിക്കണം, ഏത് സ്ഥലത്ത് നമ്മൾ പോകണം, എപ്പോൾ പോകണം, ഇതിനെല്ലാറ്റിനും ഒരു മാനദണ്ഡമുണ്ട്. സാധാരണ ഒരു മനുഷ്യൻ അവരവരുടെ കുടുംബത്തിലാണ് ഊണ് കഴിക്കുക. ഇന്നത്തെ കാലത്ത് വിദേശത്തോ ദൂരസ്ഥലങ്ങളിൽ പോയാൽ ഹോട്ടലൊക്കെ ഉണ്ട്, അത് കാശ് കൊടുത്ത് ഊണ് കഴിക്കുന്നതാണ്. അവിടെ മര്യാദയൊന്നും അവിടെ വരുന്നില്ല. ഹോട്ടലിൽ ആര് വന്നാലും സ്വീകരിക്കും, ആർക്കും ഭക്ഷണം കൊടുക്കും, ബില്ലെഴുതി തരും, കാശ് കൊടുത്ത് നിങ്ങൾ പോകണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതങ്ങനെയല്ല, ഇതൊരു ക്ഷണമാണ്, ഒരു ക്ഷണ. ആ ക്ഷണം സ്വീകരിക്കണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കണം. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലും പലരും ക്ഷണിക്കും. ഏത് തിരസ്കരിക്കാം, ഏത് തിരസ്കരിക്കാൻ പാടില്ല, എന്താ ഏതാന്ന് അറിയണം. അപ്പോൾ ഇവിടെ കൃഷ്ണൻ പറയാണ്, മഹാമനസ്വിയായിരിക്കുന്ന കൃഷ്ണൻ ഉദ്യൻ മേഘസ്വനഃകാലേ പ്രഗൃഹ്യ വിപുലം ഭുജം. ആ മഴക്കാലത്ത് ഇരുളടഞ്ഞ മേഘങ്ങൾ വന്ന് ഇടിവെട്ടോടുകൂടി മഴ പെയ്യുമല്ലോ. ആ സമയത്ത് ആ മേഘത്തിൻ്റെ ശബ്ദം എങ്ങനെയുണ്ടോ അതുമാതിരി അലറിക്കൊണ്ട് എന്ന് പറയണ മാതിരി വിപുലം ഭുജം പ്രഗൃഹ്യ, കൈ ഉയർത്തി നല്ല ശക്തമായിട്ട് മറുപടി പറഞ്ഞു അത്രേ. ദുര്യോധനൻ ഒരു പക്ഷേ അത് പ്രതീക്ഷിച്ച് കാണില്ല. ഞാൻ ചോദിച്ചു എന്നിട്ട് ആ ചോദ്യം കൊണ്ട് കൃഷ്ണനെ വീർപ്പ് മുട്ടിക്കാം എന്ന് വരെ കണക്കാക്കിയിട്ടുണ്ടാവും ആര്? ദുര്യോധനൻ. ഞാൻ എത്ര വട്ടം കൂട്ടിയിട്ടാണ് വിളിച്ചത്, അത് അരവാക്കുകൊണ്ട് ഇല്ല എന്നങ്ങോട്ട് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ഇതെങ്ങനെയാണ് സാധിക്കുക എന്ന് ഞാൻ ചോദിച്ചാൽ കൃഷ്ണൻ വട്ടത്തിലാവും, നമുക്ക് ഇട്ടാപ്പിൽ ചാടിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. പക്ഷേ കൃഷ്ണൻ ആ പറഞ്ഞതിൻ്റെ പിന്നിൽ
അദ്ദേഹവും അദ്ദേഹത്തിനെ പോലെ ഒരു 30,000 വ്യക്തികളും ഉള്ളടങ്ങുന്ന മാതിരി, വ്യക്തിത്വം ഉള്ളടങ്ങുന്ന മാതിരിയാണ് സംസാരിച്ചത്. ആ സംസാരിച്ച വാക്കിനെ പറ്റി പറയാണ്, അലഘൂകൃതം അഗ്രസ്തം അനിരസ്തം അസങ്കുലം. ആ പറഞ്ഞ വാക്കുണ്ടല്ലോ നല്ല ഗൗരവത്തോടു കൂടിയാണ് പറയണത്. അങ്ങനെ ഒരു കുഴഞ്ഞ മട്ടിൽ എന്തോ ഒരു സാരില്ല, അങ്ങനെയൊന്നുമല്ല. തെളിഞ്ഞ ഭാഷ, ഉറച്ച ഭാഷ, ഗൗരവമുള്ള ഭാഷ, മധ്യമസ്വരമല്ല, ഉയർന്ന സ്വരം തന്നെ. അങ്ങനെയുള്ള ഭാഷയിൽ അലഘൂകൃതം അഗ്രസ്തം, നല്ല ദൃഢസ്വരത്തിലാണ് സംസാരിച്ചത്. അതിൽ ഒരു വിധത്തിലുള്ള സന്ദിഗ്ധതയില്ല. അസന്ദിഗ്ധമായി പറഞ്ഞു എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? സന്ദിഗ്ധം എന്ന് പറഞ്ഞാൽ സംശയം, ഒരു തൊണ്ടയിടറലോ, ക്ലിയർ അല്ല, വ്യക്തമല്ല, അവനവന് തന്നെ പറയുന്ന ആൾക്ക് തന്നെ അങ്ങനെയുള്ള സന്ദിഗ്ധതയൊന്നുമില്ല. അസന്ദിഗ്ധമായിട്ടാണ് സംസാരിച്ചത്. മാത്രമല്ല അനിരസ്തം, ചോദിച്ചത് ദുര്യോധനൻ, മറുപടി പറഞ്ഞത് കൃഷ്ണൻ. ഇനി അത് വേദവ്യാസ മഹർഷി പകർത്തിയതോടുകൂടി ലോകാലോകം കാലാകാലം അത് വായിക്കാനും കേൾക്കാനും ചർച്ച ചെയ്യാനും പോവാണ്. അങ്ങനെ ചർച്ച ചെയ്യാനുള്ള വിശേഷപ്പെട്ട ഒരു വിഷയമായി തീരുമത് അനിരസ്തം. എന്നിട്ടത് കേട്ടാലോ ഒറ്റ ആൾക്കും അത് നിഷേധിക്കാനോ തള്ളിക്കളയാനോ പറ്റില്ല. തൻ്റെ ജീവിതത്തിൽ പകർത്തിയെടുക്കല്ലാതെ ഇത് ശരിയായില്ല കൃഷ്ണൻ ചെയ്തത് പറഞ്ഞത് എന്ന് പറഞ്ഞ് തള്ളാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ആ പറഞ്ഞതിൽ ഒരു പഴുതോ ഒരു പതിരോ ഇല്ല. അനിരസ്തം അസങ്കുലം. ഞാനേ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ പാണ്ഡവന്മാരോ നാരായണ സേനയോ ഒന്നുമില്ല. ഞാനിവിടെ വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ ഒരു പക്ഷേ ഒരുപിടി ആൾക്കാരുണ്ടാവും. ഇവിടെ വന്നുകൂടിയിട്ടുള്ള സ്ഥലത്തോ വലിയ ശക്തിമത്തായിട്ടുള്ള ഹസ്തിനപുരം രാജധാനിയാണ്. അവിടെ സർവ്വസന്നാഹങ്ങളും ഉണ്ട്. അവിടെയുള്ള യുവരാജാവാ എന്നോട് ചോദിച്ചിരിക്കണേ. അതിന് ഞാൻ മറുപടി പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് ക്ഷോഭമുണ്ടാക്കി സമ്മതമായില്ല എന്ന് വന്നാൽ എന്തും ഇവിടെ നടക്കാം. അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഒരു തരത്തിലുള്ള വിഷമമോ ദീനതയോ ഇല്ല അത്ര ആ സ്വരത്തിലും പറഞ്ഞതിലും. ഭാഷയിലില്ല, സ്വരത്തിലില്ല, ഉള്ളടക്കത്തിലില്ല. അലഘൂകൃതമഗ്രസ്തം അനിരസ്തം അസങ്കുലം രാജീവനേത്രോ രാജാനം. ആ കാവ്യത്തിൻ്റെ മഹിമയാണ്. ഈ കാവ്യം എഴുതുമ്പോൾ പദങ്ങളൊക്കെ അങ്ങോട്ട് തന്നെ വരുമല്ലോ. സരസ്വതി വിലാസം. രാജീവനേത്രനാ പറഞ്ഞത്. ആരോട്? രാജാനം. ഒരു ഭാഗത്ത് ഇയാള് രാജാവാണെന്നേ ഉള്ളൂ. പക്ഷെ ഒരു വിധത്തിലുള്ള ഗുണമോ മൂല്യമോ മറ്റാൾക്ക് അനുസ്മരിക്കാനോ അനുധാവനം ചെയ്യാനോ പിന്തുടരാനോ പറ്റിയതൊന്നുമില്ല. ഒരു സുന്ദരൻ എന്ന് പറയാൻ പറ്റില്ല ദുര്യോധനന്. നേരെ മറിച്ച് അപ്പുറത്തുള്ള ആളോ രാജീവനേത്രോ. കാണുന്നവരൊക്കെ പറയുന്നത് രാജീവനേത്രനാണെന്ന. ഹേതുമത് വാക്യമുത്തമം. ഹേതുമത്, ആ പറയുന്നതിൽ അങ്ങേ അറ്റത്ത് ന്യായം, നീതി, സത്യം, സൗന്ദര്യം എല്ലാം ഉണ്ട്. യുക്തിസഹത. വാക്യമുത്തമം, അത്യുത്തമമായൊരു വാക്യം. കൃഷ്ണൻ പലപ്പോഴും പറയാറുണ്ട്. ആ പറയുന്നതിൽ ഉത്തമ വാക്യങ്ങളുണ്ട്. ആ ഉത്തമ വാക്യങ്ങളിൽ വെച്ച് ഒരു പക്ഷേ ഏറ്റവും ഉത്തമമാണെന്ന് പറയേണ്ടി വരും ഈ പറഞ്ഞിട്ടുള്ള മറുപടി. അലഘൂകൃതമഗ്രസ്തം അനിരസ്തമസങ്കുലം രാജീവനേത്രോ രാജാനം ഹേതുമത് വാക്യമുത്തമം. നോക്കൂ, ഒരു സംഭവമെടുത്ത് വ്യാസദേവൻ്റെ തൂലിക എങ്ങനെയാണ് ചലിക്കണത് എന്ന് നിങ്ങളങ്ങോട്ട് നോക്കൂ. വ്യാസദേവൻ എഴുതിയില്ല, ഗണേശന് പറഞ്ഞു കൊടുത്തു എന്നാണല്ലോ പറയുന്നത്. ആ ഗണേശൻ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ ഈ പറഞ്ഞതിന് അർത്ഥം മനസ്സിലാക്കി എഴുതണമെന്ന് പറഞ്ഞല്ലോ. പലപ്പോഴും നിർത്തിയിട്ട് ഇങ്ങനെ ആലോചിക്കുക അത്രേ. ആ ആലോചിക്കുന്ന സമയത്ത് വ്യാസദേവന് കുറേ ശ്ലോകങ്ങൾ രചിക്കാൻ മനസ്സുകൊണ്ട് സാധിക്കുന്നു. അപ്പോൾ എന്തുമാതിരിയാണ് എഴുതിയിരിക്കുന്നത്? ഒരു ചെറിയ സംഭവമാണ്. ഊണ് തയ്യാറാക്കി വിളിച്ചു, ഞാൻ വരണില്ല, കഴിഞ്ഞു. പക്ഷേ വ്യാസമഹർഷി അത് വിടണില്ല. ആ വാക്ക് അങ്ങനെ തള്ളേണ്ടതല്ല, അത് കൊള്ളേണ്ടതാണ്. അപ്പം അതിന് എന്താ കാരണം? അതിൻ്റെ ഗുണദോഷങ്ങളൊക്കെ ചർച്ച ചെയ്യാണ്. അലഘൂകൃതമഗ്രസ്തം അനിരസ്തമസങ്കുലം രാജീവനേത്രോ രാജാനം ഹേതുമത് വാക്യമുത്തമം. അപ്പം മഹാഭാരതത്തിൽ പല സന്ദർഭങ്ങളിലും പല പ്രസ്താവനകളും ഉണ്ടെങ്കിലും അതിൽ ചിലതൊക്കെ അത്യുത്തമമായി ശോഭിക്കുന്നുണ്ട്. അങ്ങനെ ശോഭിക്കുന്ന ഒരു രംഗമാണ്, ഒരു ദൃശ്യമാണ്, ഒരു സംഭവമാണ്, ഒരു ചർച്ചയാണിത്. ഞാൻ പലപ്പോഴും വിചാരിക്കും,
രാമനും ലക്ഷ്മണനും കൂടി ചിത്രകൂടത്തിൽ രാമൻ്റെ ആ ദണ്ഡകാരണ്യ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ സമയത്താണ് ഭരതൻ ജ്യേഷ്ഠനെ വിളിച്ച് തിരിച്ചു കൊണ്ടുവന്ന് സിംഹാസനത്തിൽ ഇരുത്തണം എന്ന് പറഞ്ഞ് ആ ഭരതൻ അങ്ങോട്ട് പോയത്. അപ്പം ഭരതൻ്റെ പിന്നിൽ മന്ത്രിമാരും അമ്മമാരും എല്ലാ സന്നാഹങ്ങളും ഉണ്ട്. രാമനും ലക്ഷ്മണനും സീതയും മാത്രമേ അപ്പുറത്തുള്ളൂ. ഇവരെല്ലാവരും കൂടി ബഹളം കൂട്ടി വരണ കണ്ടപ്പോൾ രാമന് സംശയം തോന്നി. ലക്ഷ്മണ, അവിടെ ആ മരത്തിൻ്റെ മുകളിൽ കയറി നോക്കൂ, ആരാണ് വരണത്? ലക്ഷ്മണൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഭരതനാണ് വരണത്. വലിയ ബഹളം കൂട്ടിയിട്ടാണല്ലോ രാജാക്കന്മാരൊക്കെ വരിക. അത് കഴിഞ്ഞ് ആദ്യമായിട്ട് പറഞ്ഞു അച്ഛൻ്റെ മരണവൃത്താന്തം. അപ്പം മരണവൃത്താന്തം കേട്ട് കഴിഞ്ഞാൽ രാമൻ എന്തു വേണം? ഉടനെ ഒരു മകൻ എന്നുള്ള നിലയ്ക്ക്, സീമന്തപുത്രൻ എന്നുള്ള നിലയ്ക്ക് എന്തു വേണം? പിതൃതർപ്പണം കഴിക്കണം. ആ ശേഷക്രിയയാണ് ആദ്യമായിട്ട് നടത്തിയത്. അന്ന് ലന്തക്കുരു കൊണ്ടാണ് പിണ്ണം വെച്ചതെന്നാണ് പറയുന്നത്. കൗസല്യയ്ക്ക് അത് കണ്ടപ്പോൾ എൻ്റെ മകന് അച്ഛന് കൊടുക്കാനുള്ളത് ലന്തക്കുരുവാണല്ലേ എന്ന് പറഞ്ഞ് കുറച്ച് സങ്കടമായി അത്രേ. ഉടനെ അമ്മ പറയുകയാണ്, കേൾക്കുന്നുണ്ടോ നിങ്ങൾ പ്രേക്ഷകരെ? കേൾക്കുന്നുണ്ടോ? ആ രാമായണം മൂല്യം ഓതിത്തരുന്നത് എങ്ങനെയാണെന്ന്. ഉടനെ കൗസല്യ പറയുകയാണ്, ഉള്ളത് കൊണ്ടാണ് കൊടുക്കുക, കടം മേടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കാട്ടിൽ താമസിക്കുന്ന രാമൻ അച്ഛൻ്റെ വാക്ക് പരിപാലിക്കാൻ വേണ്ടി വനവാസം അംഗീകരിച്ച പുത്രൻ വനത്തിൽ കിട്ടിയാൽ ലന്തക്കുരു കൊടുത്തു. അതിലിപ്പോൾ എന്താ തെറ്റ്? നിങ്ങളാരും കടം മേടിച്ച് ശ്രാദ്ധം കൂട്ടണ്ട, ഒരാവശ്യമില്ല. കയ്യിൽ കാശുണ്ടെങ്കിൽ അതിനനുസരിച്ച് മതി. ഒരു അര സ്പൂൺ എള്ളെടുത്ത് തർപ്പണം കഴിക്കും. ഒരു 4 അരിമണി ഒരാളോടും അതെ ശ്രാദ്ധം കൂട്ടണം, എനിക്കൊരു 500 വേണം അല്ലെങ്കിൽ ഒരു 5000 വേണം, ഒരാവശ്യമില്ല. കയ്യിലുണ്ടെങ്കിൽ കൂട്ടിക്കോളൂ. ഇത് ആർക്കാത്? സ്വന്തം അച്ഛനും സ്വന്തം അമ്മയ്ക്കാണ്. അവരാരെങ്കിലും മക്കൾ കടം മേടിച്ച് എനിക്ക് തിന്നാൻ തരണം എന്ന് പറയുന്നവരുണ്ടാവുമോ? ഉണ്ടാവില്ല. അവർക്ക് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല. ശരീരവും വിശപ്പും ഒക്കെ എപ്പോഴാണ്? ജീവിച്ചിരിക്കുമ്പോഴാണ്, ശരീരമുള്ളപ്പോഴാണ്. ശരീരം പോയവർക്കാണ് ഈ തർപ്പണം. അപ്പോൾ ആ തർപ്പണത്തിന് ഉദ്ദേശം അവരെ വായിലും വയറ്റിലും ഊട്ടുന്നതല്ല, വേറെ എന്തോ ആയിരിക്കണം. ആലോചിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി പിടിച്ചു കഴിഞ്ഞു. ആ ലന്തക്കുരു എന്താ അതിന് വിരോധം ചോദിച്ചുകൊണ്ടാണ് പോയത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ആകാംക്ഷയോട് കൂടിയിരിക്കുകയാണ്. ഭരതൻ എന്താ ജ്യേഷ്ഠനോട് പറയാൻ പോകുന്നത്? അത് കേട്ടിട്ട് രാമൻ്റെ പ്രതികരണം എന്താവും എന്ന് വിചാരിച്ച് മഹർഷിമാരും എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് 2 പേര് തമ്മിൽ നടന്ന സംവാദം. ഇത് ആര് തമ്മിലാ? ഒരു ജ്യേഷ്ഠനും ഒരു അനുജനും. അങ്ങോട്ട് വിടാനല്ലേ ഉള്ളൂ അത്? ഏയ്, വിട്ടിട്ടില്ല. ഇന്നും അത് നമ്മുടെ ഇടയിൽ സജീവമാണ്. നമ്മുടെ മനസ്സിൽ ഒരു ശാശ്വത സ്വാധീനത്തോടു കൂടിയാണ് രാമായണം മുഴുവൻ നിൽക്കുന്നത്. അതെന്തിൻ്റെ മഹിമയാണ്? വാൽമീകിയുടെ തൂലികയുടെ മഹിമയാണ്. വേദവ്യാസൻ്റെ, വ്യാസദേവൻ്റെ രചനാവൈഭവമാണിത്. ആ നടന്ന സംഭവത്തെ അദ്ദേഹം ചിത്രീകരിക്കുന്നു. അവിടെ നടന്നത് വളരെ ചിന്താവഹമാണ്, ആലോചനാവഹമാണ്. മനുഷ്യ ജീവിതത്തിൽ അങ്ങേയറ്റം മൂല്യങ്ങളും ആദർശങ്ങളും ലക്ഷ്യങ്ങളും മാനദണ്ഡങ്ങളും നിയന്ത്രണങ്ങളും പരിശോധനകളും എന്നെന്നും തൊടുത്തുവിടേണ്ട ആ രചനയാണത്. അങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ മറുപടി പറയുകയാണ്, ഒരു വിഷമവും ഉണ്ടായില്ല. രാജീവനേത്രോ രാജാനം ഹേതുമദ്വാക്യമുത്തമം. ചോദിച്ചത് ദുര്യോധനൻ, പറയാൻ പോകുന്നത് ഞാൻ. ഇത് ഇവിടം കൊണ്ട് നിൽക്കില്ല എന്ന് കൃഷ്ണന് മനസ്സിലായി. ലോകം മുഴുവനും ഞാൻ ഈ പറയുന്നതിനെക്കുറിച്ച് ആലോചിക്കും. അപ്പം അവർക്ക് എല്ലാവർക്കും ഹേതുമത്തായിട്ട് തോന്നണം, തള്ളിക്കളയാൻ പറ്റുന്നതാകരുത്. കൂടുതൽ കൂടുതൽ കൂലങ്കഷമായി പരിശോധിക്കാനും വിലയിരുത്താനും ആസ്വദിക്കാനും ഉൾക്കൊള്ളാനും അനുധാവനം ചെയ്യാനും എല്ലാം പറ്റിയ തരത്തിലുള്ള മറുപടി ആവണം എന്ന് വിചാരിച്ച് ആലോചിച്ച് അസ്സലായിട്ട് മറുപടി പറഞ്ഞു അത്രേ. എന്താണത്? കൃതാർത്ഥാഃ ഭുഞ്ജതേ ദൂതാഃ പൂജാം ഗൃഹ്ണന്തി ചൈവഃ കൃതാർത്ഥം മാം സഹാമാത്യം സമർച്ചിഷ്യസി ഭാരത. പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കൃതാർത്ഥാഃ ഭുഞ്ജതേ ദൂതാഃ പൂജാം ഗൃഹ്ണന്തി ചൈവഃ. ദൂതന് വന്നിട്ടുള്ളവരെ എപ്പോഴാ നന്നായിട്ട് ഊണ് കഴിക്കുക? അവർ വന്ന കാര്യം ഭംഗിയായിട്ട് നടന്നതിന് ശേഷമേ എന്തും കഴിക്കുള്ളൂ. വരുമ്പോഴേക്കും അങ്ങോട്ട് ഊണ് കഴിക്കാൻ പുറപ്പെട്ടാൽ അവർ ഊണ് കഴിക്കാനാണ് വന്നതെന്ന് തോന്നും. അവർ വന്നിട്ടുള്ളത് ദൂത് പറയാനാണ്. ആ ദൂത് പറഞ്ഞ് കേൾക്കേണ്ടവരെല്ലാം കേട്ട് അവരുടെ വരവും അവരുടെ ഉദ്ദേശവും സഫലമായി എന്നുണ്ടെങ്കിൽ സന്തോഷമായിട്ട് നമുക്കൊരു ടീ പാർട്ടി നടത്താം. അല്ലാണ്ട് നടത്തിയാൽ അതിന് വിലയില്ലയെന്ന്. ഞാനിവിടെ വന്നിട്ടുള്ളത് എന്തിനാ?
അങ്ങയുടെ ആതിഥേയത്വം സ്വീകരിക്കാനല്ല വന്നിരിക്കുന്നത്. ദുര്യോധനൻ്റെ മനസ്സിൽ നിന്ന് ഒരു സമ്മതം എനിക്ക് വാങ്ങണം. ഞാൻ വന്നിട്ടുള്ള കാര്യം നടക്കണം. അതിനിവിടെയുള്ളവരെല്ലാവരും സമ്മതിക്കണം. അത് സമ്മതിച്ച് എന്തെങ്കിലും ഞാൻ നേടിയെടുത്തു എന്നുണ്ടെങ്കിൽ എനിക്ക് കൃതാർത്ഥതയോടുകൂടി നിങ്ങൾ തരുന്ന ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഒരു ദൂതനോട് ഒരിക്കലും പറയരുത് തൻ്റെ ദൗത്യം എന്തോ ആവട്ടെ, മുമ്പ് വിശപ്പ് അടങ്ങട്ടെ എന്ന് പറഞ്ഞാൽ പറ്റില്ല, നടക്കില്ല എന്ന്. ദൂതന്മാർക്കും ദൂതനും ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. കൃതാർത്ഥാഹ ഭുഞ്ചതേ ദൂതാഹ. ദൂതന്മാരാരായാലും അവർ ശരിക്ക് ദൂതൻ്റെ ആ സ്ഥാനവും മഹിമയും അറിയുന്നവരാണ്, അർത്ഥമൂല്യമുള്ളവരാണെങ്കിൽ കൃതാർത്ഥാഹ ഭുഞ്ചതേ. അവരുടെ ഉദ്ദേശം സഫലമായി കൃതാർത്ഥതയുണ്ടെങ്കിലേ അവർ ആതിഥേയൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കഴിക്കൂ. പൂജാം ഗൃഹന്തി ചൈവഹ. അതുപോലെ എന്തെങ്കിലും സത്കാരമുണ്ടെങ്കിൽ, ആ മാനമോ സത്കാരമോ സമ്മാനമോ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കണമെങ്കിൽ വന്ന കാര്യം നടക്കണം. ഞാനിവിടെ വന്നത് എന്തിനാ? ഒരു സന്ധി സംഭാഷണത്തിനാണ്. ആ സന്ധി സംഭാഷണം നിങ്ങളെല്ലാവരും കേട്ട് പങ്കെടുത്ത് ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നി നിങ്ങളെല്ലാവരും അത് അംഗീകരിച്ചു. അങ്ങനെ പരസ്പരം അംഗീകരിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയ ഒരു ഉത്സവമാകും. ആ സമയത്ത് എനിക്ക് തന്നെ ഊണ് കഴിക്കണം എന്ന് തോന്നും. നമുക്ക് രണ്ടുപേർക്കും കെട്ടിപ്പിടിച്ച് തുള്ളിച്ചാടാം, ഒരു വിരോധവുമില്ല. ഇപ്പോഴോ അത്രയ്ക്ക് ആയിട്ടില്ല. കൃതാർത്ഥം മാം സഹാമാത്യം സമർച്ചിഷ്യസി ഭാരത. അങ്ങ് എപ്പോഴാ എന്നെ സത്കരിക്കേണ്ടത്? എപ്പോഴാ ഊണ് കഴിക്കാൻ വിളിക്കേണ്ടത്? കൃതാർത്ഥം മാം സഹാമാത്യം. ഞാൻ വന്ന ഉദ്ദേശം നിങ്ങൾ കേട്ടു, മനസ്സിലാക്കി, അംഗീകരിച്ചു എന്ന് വന്നാൽ എനിക്ക് കൃതാർത്ഥതയായി. അങ്ങനെ കൃതാർത്ഥനാക്കിയതിന് ശേഷം സമർച്ചിഷ്യസി ഭാരത. ഭരതവംശത്തിൽ ജനിച്ചിട്ടുള്ളവനെ അപ്പോഴാണ് എന്നെ പൂജിക്കേണ്ടതും സത്കരിക്കേണ്ടതും ഊണ് തരേണ്ടതും. ഇപ്പോഴല്ല. ഇപ്പം തരുന്ന ഊണിന് ഒരു പ്രസക്തിയുമില്ല. അതെങ്ങാനും ഊണ് കഴിച്ചാൽ ഞാൻ ദൂതൻ തന്നെ അല്ലാതെയായിത്തീരും. എന്ത് ദൗത്യം ഒരാൾ ഏറ്റെടുത്താലും ആ ദൗത്യം ഏറ്റെടുത്ത ആൾക്ക് ഒരു വിലയും ഒരു നിലയും ഉണ്ടാവും. കൃതകൃത്യത എന്നൊന്നുണ്ട്. ഒരാൾ നമ്മളെ ഒരു കൃത്യമേൽപ്പിച്ചാലും കൃത്യമേൽപ്പിച്ചത് അവരാവും. അത് നിർവഹിക്കുന്ന സമയത്ത് നമ്മുടെ കൃത്യമാണ്. എന്നെ ഏൽപ്പിച്ചത് യുധിഷ്ഠിരനാണ്. എന്നിട്ട് ഞാൻ അവിടുന്ന് പുറപ്പെട്ടതോടുകൂടി അത് എൻ്റെ സ്വന്തം ധർമ്മവും കൃത്യവും കർത്തവ്യവുമാണ്. അത് നിർവഹിക്കുന്നതിന് മുൻപ് ഞാൻ ഊണ് കഴിച്ചാൽ എന്നേക്കാൾ മോശമായിട്ടൊരു ദൂതൻ ഈ ലോകത്തിൽ ജനിച്ചിട്ടുണ്ടാവില്ല. അത് സാധ്യമല്ല, ശരിയല്ല. ദുര്യോധന, നല്ല പോലെ ആലോചിച്ച് നോക്കൂ. വിളിച്ചത് തന്നെ തെറ്റായി. എന്നെ എൻ്റെ പാട്ടിൽ വിടേണ്ടതായിരുന്നു. ഞാൻ എവിടെ വേണമെങ്കിൽ ഇരിക്കട്ടെ, എവിടെ വേണമെങ്കിൽ ഊണ് കഴിക്കട്ടെ. കൃഷ്ണനെ വിളിക്കരുത്. തലേന്ന് നടന്നത് എന്താ? ഇത് കൃഷ്ണൻ അറിഞ്ഞിട്ടില്ല. തലേന്ന് എന്താ നടന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ദുര്യോധനൻ പറഞ്ഞതെന്താ? ആസൂത്രണം ചെയ്തതെന്താ? അദ്ദേഹത്തിന് വേണ്ടതുപോലെ സത്കരിക്കണം, നല്ല വാക്കുകൾ പറയണം. പ്രിയപ്പെട്ടവനാണ്, നമുക്ക് വേണ്ടപ്പെട്ടവനാണ്. പാണ്ഡവന്മാരെ പോലെ തന്നെ കൗരവന്മാരെയും ഇഷ്ടപ്പെടുന്ന കൃഷ്ണൻ മഹാത്മാവാണ്, പ്രഗത്ഭമതിയാണ്, സർവാരാധ്യനാണ്, ലോകത്തിന് മുഴുവൻ സമ്മതനാണ്. അദ്ദേഹത്തിനോട് അപ്രിയമൊന്നും പറയരുത്, അതുകൊണ്ട് വേണ്ടതുപോലെ സത്കരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാരും പറയുന്നത് ഈ ദുര്യോധനൻ സ്വീകരിക്കുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തെ കെട്ടിയിടണം, ബന്ധനസ്ഥനാക്കണം എന്നല്ലേ അവിടെ നടന്ന ചർച്ച. ആ തലേന്ന് ഇങ്ങനെ ചർച്ച നടത്തിയ ദുര്യോധനാണ് ഇപ്പം പറയണത് ഒരു പൂച്ച്, ഒരു പുറം പൂച്ച്. എന്ത്? ഊണ് കഴിക്കണം, എന്തുകൊണ്ട് വന്നില്ല എന്ന്. കേൾക്കണുണ്ടോ നിങ്ങൾ? നിങ്ങൾക്ക് ലോകത്തിൽ ജീവിക്കണമെങ്കിൽ സാമർഥ്യം വേണം കൂട്ടരെ. നമ്മുടെ ബുദ്ധിക്ക് മോശം വരരുത്. ബുദ്ധി ഒരെണ്ണുണ്ടെങ്കിൽ മാത്രമേ എന്ത് പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് കരകയറാൻ പറ്റുള്ളൂ. ആലോചന വേണം. മനുഷ്യനെ നയിക്കുന്നത് ബുദ്ധിയാവണം. ആ ബുദ്ധിയെ നയിക്കുന്നത് ധർമ്മമാവണം. ധർമ്മത്തിൻ്റെ രത്ന ചുരുക്കം ആ ഉണ്ടല്ലോ, ആ കാതിലും കഴുമ്പും, അത് സത്യമാണ്. തലേന്ന് സംസാരിച്ച ദുര്യോധനാണ് ഇന്നിതാ സംസാരിക്കുന്നത്. തലേന്ന് കൃഷ്ണനെ കെട്ടിയിടണം എന്ന് തീരുമാനിച്ച ആ ദുര്യോധനാണ് ഇന്ന് ഊണും സത്കാരവും കൊടുത്ത് എന്തുകൊണ്ട് എന്നെ അഭിനന്ദിച്ചില്ല എന്ന് ചോദിക്കുന്നത്. അപ്പം ആ വാക്ക് പൊള്ളയോ? 100 പൊള്ളയാണത്. ആ പൊള്ളവാക്ക് കേട്ട് ചിരിച്ച് ദുര്യോധനൻ അവിടെ ഇരിക്കും, ഞാൻ ഇവിടെ ഇരിക്കും, ഊണ് കഴിച്ച് ചിരിച്ച് അങ്ങോട്ട് കഴിഞ്ഞുകൂടുക. ഇതെവിടെ നടക്കാൻ പോണു? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ലോകം ഇങ്ങനെയാണ്. കൃതാർത്ഥാഃ ഭുഞ്ചതേ ദൂതാഃ പൂജാം ഗൃഹന്തി ചൈവ
കൃതാർത്ഥം മാം സഹാമാത്യം സമർച്ചിഷ്യസി ഭാരത. ഞാൻ പറയണത് കേൾക്കൂ, ആ കേൾക്കുന്നത് അംഗീകരിക്കൂ. ലോകത്തിന് മുഴുവൻ സമാധാനവും ശാന്തിയും വരട്ടെ. പറഞ്ഞ ഞാനും കേട്ട നിങ്ങളും അംഗീകരിച്ചവരെല്ലാവരും തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ ശ്ലാഘ്യരാകട്ടെ, സ്തുത്യർഹരാകട്ടെ, നിത്യസ്മരണീയരാകട്ടെ. അങ്ങനെ വന്നാൽ ആ ഊണ് നമുക്ക് രസിച്ച് ഊണ് കഴിക്കാനൊക്കെ പറ്റും. ഇപ്പം സാധ്യമല്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആ പറഞ്ഞ വാക്കിന് എത്രത്തോളം ഗൗരവമുണ്ടെന്ന്. ഒരു ദൂതനാണ് ഈ പറയുന്നത്. അതുതന്നെയാണ് യുധിഷ്ഠിരൻ പറഞ്ഞത്. ആരെ വേണമെങ്കിലും എനിക്ക് പറഞ്ഞയക്കാമെന്നുണ്ടെങ്കിലും എൻ്റെ കൃഷ്ണൻ തന്നെ പോയാലേ ഈ ദൂത് ശരിയാവുള്ളൂ. വേറെ ഒരാളും പോയാൽ പറ്റില്ല. അങ്ങേ ഈ ശത്രുക്കളുടെ കൂട്ടത്തിലേക്ക് പറഞ്ഞയക്കാൻ എനിക്ക് വളരെ ഉത്കണ്ഠയുണ്ട് എന്നുള്ളത് ശരിയാ. പക്ഷേ കൃഷ്ണനല്ലാതെ വേറെ ഒരൊറ്റ ആൾ പോയാൽ ശരിയാവില്ല എന്നാണ് ജ്യേഷ്ഠൻ്റെ വാക്ക്. അത് കേട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ദുര്യോധനൻ പറയാണ്, ഏവമുക്ത പ്രത്യുവാച ധാർത്തരാഷ്ട്രോ ജനാർദ്ദനം ന യുക്തം ഭവതാസ്മാസു പ്രതിപത്തും അസാമ്പ്രതം. ഏവമുക്ത പ്രത്യുവാച ധാർത്തരാഷ്ട്രോ ജനാർദ്ദനം ന യുക്തം ഭവതാസ്മാസു പ്രതിപത്തും അസാമ്പ്രതം. കൃഷ്ണ, ദുര്യോധനൻ വിട്ടില്ല. ദുര്യോധനൻ പറയാണ്, ഏവമുക്ത പ്രത്യുവാച. കൃഷ്ണൻ ഇങ്ങനെ ദുര്യോധനോട് മറുപടി പറഞ്ഞപ്പോൾ അതിനൊരു പ്രതിമറുപടി എന്നുള്ള നിലയ്ക്ക്, പ്രത്യുത്തരം എന്നുള്ള നിലയ്ക്ക് ധാർത്തരാഷ്ട്രോ ജനാർദ്ദനം, ധൃതരാഷ്ട്രപുത്രനായിരിക്കുന്ന ദുര്യോധനൻ ജനാർദ്ദനോട് പറഞ്ഞു അത്രേ, ന യുക്തം ഭവതാസ്മാസു പ്രതിപത്തും അസാമ്പ്രതം. ഇങ്ങനെയുള്ള ഒരു അനുചിതം കൃഷ്ണൻ ഞങ്ങളിൽ എല്ലാവരോടും കൂടി പ്രവർത്തിച്ചത് ശരിയായില്ല. ഇത് വലിയ തെറ്റായിപ്പോയെന്ന് ദുര്യോധനൻ നിവർന്ന് നിന്ന് കൃഷ്ണനോട് പറയുകയാണ്. ഏത് കൃഷ്ണനോട്? നമ്മളൊക്കെ ഈ പൂജിക്കുന്നുണ്ടല്ലോ, ഭഗവാൻ എന്ന് പറഞ്ഞ് പൂജിക്കുന്നുണ്ടല്ലോ. അദ്ദേഹം സംപൂജ്യനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ മനുഷ്യ മഹിമയുടെ പേരിലാണ് സംപൂജ്യം. ധൈര്യം, വീര്യം, പരാക്രമം, സത്യം കൊണ്ടുള്ള ഒരു സൗന്ദര്യം, ഒന്നാന്തരം സുഹൃത്ത്, അങ്ങേയറ്റം വിശ്വസ്തൻ, തന്നെ സ്നേഹിക്കുന്നവരെ ഒരിക്കലും പരിത്യജിക്കില്ല, സ്നേഹിതന്മാർക്ക് അങ്ങേയറ്റം കാര്യങ്ങൾ നേടിക്കൊടുക്കാൻ രാവും പകലും വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്നവൻ, മറ്റെല്ലാവർക്കും അസാധ്യമായ കാര്യങ്ങൾ കൂസൽ കൂടാതെ നിഷ്പ്രയാസം അത് പരിശ്രമിക്കാനും നേടിയെടുക്കാനും സാധിക്കുന്ന ഒരു ഉത്തമ സുഹൃത്ത്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷണം. അപ്പം കൃഷ്ണൻ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അത് അങ്ങേയറ്റത്തെ സ്വാനുഭവത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. ആ സംസാരിക്കുന്നതിൽ തൻ്റെ ബഹുമുഖ ജീവിതത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്. പലയിടങ്ങളിൽ നിന്നുമുള്ള അനുഭവമാണ്. കൃഷ്ണൻ അതിന് ഉത്തരം പറയുകയാണ് വിട്ടുകൊടുക്കാതെ. നാഹം കാമാന്ന സംരംഭാത് ന ദ്വേഷാന്ന അർത്ഥകാരണാത് ന ഹേതുവാദാത് ലോഭാദ്വാ ധർമ്മം ജഹ്യാം കഥഞ്ചന. ഞാൻ ഈ തിരസ്കരിച്ചതിൽ എൻ്റെ ഇഷ്ടമോ അനിഷ്ടമോ അല്ല ദുര്യോധന. ഞാൻ ഈ ചെയ്തിട്ടുള്ള പ്രവൃത്തി ധർമ്മം അനുശാസിക്കുന്നതാണ്, ധർമ്മം ആവശ്യപ്പെടുന്നതാണ്, ധർമ്മം നിർബന്ധിക്കുന്നതാണ്. വെറുതെ കൃഷ്ണൻ വേണ്ടാന്ന് പറഞ്ഞു എന്നല്ല, അതിൻ്റെ പിന്നിൽ വലിയ ധർമ്മ പ്രാബല്യമുണ്ട്, പ്രഭാവമുണ്ട്, മഹിമയുണ്ട്. നല്ല മനുഷ്യർ എന്ത് ചെയ്യുന്ന സമയത്തും അത് ദൃഷ്ടാന്ത രൂപത്തിൽ വേണം ചെയ്യാൻ. തന്നെ മാത്രം ആലോചിച്ച് ഒരു പൊടുന്നനെ ഒരു കാര്യം ചെയ്യരുത്, വെറും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ചെയ്യരുത്. നാഹം കാമാന്ന സംരംഭാത് ന ദ്വേഷാത് നാർത്ഥ കാരണാത്. ഒരു മനുഷ്യനെ പ്രകോപിപ്പിച്ചുകൊണ്ടും പ്രലോഭിപ്പിച്ചുകൊണ്ടും പലതരത്തിലും പ്രവൃത്തികൾ നടക്കാറുണ്ട്. ആ പ്രവൃത്തികളുടെ പിന്നിൽ എന്താ? രാഗം, ദ്വേഷം, ഭയം. മനസ്സിനുള്ള 6 വികാരങ്ങളെപ്പറ്റി നമ്മൾ എപ്പോഴും പറയാറുണ്ട്. കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം എന്ന് 6 എണ്ണാണ് മനുഷ്യ മനസ്സിൽ വീണ്ടും വീണ്ടും തലപൊക്കുന്നതും ആളിക്കത്തുന്നതുമായ വികാരങ്ങൾ, വികാരഭേദങ്ങൾ. ഇത് ഒന്നുകൊണ്ടും ഒരു പ്രവൃത്തി മനുഷ്യൻ ചെയ്യരുതെന്ന്. അപ്പോൾ ദുര്യോധനൻ വിചാരിക്കുന്നത് പോലെ നിസ്സാരനല്ല ഞാൻ, സാരഭൂതനാണ്. ഇവിടെ ഊണ് തന്നത് കഴിക്കണ ചോദ്യമല്ല. ആ കഴിക്കുന്ന ഞാനുണ്ടല്ലോ, അത് എപ്പോൾ കഴിക്കണു, എങ്ങനെ കഴിക്കണു, എവിടെ കഴിക്കണു, എന്തിനു വേണ്ടി കഴിക്കണു, ഈ ആലോചനയൊക്കെ വരും. അങ്ങനെ എൻ്റെ പ്രവൃത്തികളിൽ നാഹം ഒരിക്കലും ഞാൻ ചെയ്യില്ല, കാമാത് എനിക്കിഷ്ടം, എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞ് ഞാൻ ഒന്നും ചെയ്യാറില്ല.
സംരംഭാത് മനസ്സിന് ക്ഷോഭം വന്നു എന്ന് പറഞ്ഞ് ഒരു പ്രവൃത്തി ചെയ്യാറില്ല. ദ്വേഷാന്ന അർത്ഥകാരണാത് ഒരാളെ വെറുത്തു, വിദ്വേഷമുണ്ട്, എന്നാൽ കുറേ അങ്ങോട്ട് ശകാരിക്കുക, അതില്ല. ശിശുപാലൻ വളരെയധികം ഭർഷിച്ചു രാജസൂയാഗത്തിൻ്റെ തുടക്കത്തിൽ. അത് അങ്ങേ അറ്റത്തെത്തിയപ്പോഴാണ് സുദർശന ചക്രം പ്രയോഗിച്ച് കഴുത്തറുത്തത്. കഴുത്തറുത്തിട്ടുണ്ടായതോ ശിശുപാലൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ ഒരു തേജസ്, ആ ജീവതേജസ് എല്ലാവരും കാണച്ചൊല്ലി പുറപ്പെട്ട് സഞ്ചരിച്ചങ്ങനെ വന്ന് കൃഷ്ണൻ്റെ തലയിൽ ഇറങ്ങി അങ്ങനെ അങ്ങോട്ട് ചേർന്നു. എന്താ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ആ ശിശുപാലനോട് കൃഷ്ണ പരമാത്മാവിന് ഒരു എതിർപ്പുമില്ല, ഒരു ദ്വേഷവുമില്ല. ഇവിടെ ശത്രുതയും ദ്വേഷവും ഉണ്ടായിരുന്നത് ആർക്കാ? ശിശുപാലനാണ്. അത് ശരീരത്തോടു കൂടി ജീവിക്കുമ്പോഴാണ്. ആ ശരീരം അങ്ങോട്ട് പോയപ്പോൾ ആ ജീവൻ ശുദ്ധമായി. ആ ശുദ്ധമായിട്ട് എല്ലാവരും കാണച്ചൊല്ലി സഞ്ചരിച്ച് കൃഷ്ണൻ്റെ ശരീരത്തിൽ വന്നങ്ങോട്ട് ചേർന്നു. അതൊന്നും മനസ്സിലാവണില്ലേ ഈ കൃഷ്ണ പരമാത്മാവിന്? ഒരു എതിർപ്പുമില്ല, ഒരു ദ്വേഷവും ഇല്ല, ഒരു അസഹിഷ്ണുതയും ഇല്ല എന്ന്. അപ്പം ഞാൻ ദ്വേഷം കൊണ്ടൊരു പ്രവൃത്തി ചെയ്യാറില്ല, അർത്ഥകാരണ അത്. ഇനി എനിക്ക് എന്തെങ്കിലും ഒരു നേട്ടം വേണം എന്ന് വിചാരിച്ച് ഞാനൊന്ന് ചോദിക്കണമില്ല. എല്ലാം കൂടി കൃഷ്ണൻ ചെയ്തിട്ടുള്ളത് ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വരണത്. എന്താ അത്? സത്രാജിത്ത് തപസ് ചെയ്ത് ശമന്തകം എന്ന് പറയുന്ന ഒരു രത്നം, ഒരു മണി കിട്ടി. അത് കിട്ടിയപ്പോൾ അത് ദ്വാരകയിൽ ചെന്ന് കൃഷ്ണനെ കാണിച്ചു കൊടുക്കണം എന്നൊരു മോഹം തോന്നി. അത് അണിഞ്ഞങ്ങോട്ട് വരുമ്പോൾ, ദ്വാരകയിലേക്ക് വരുമ്പോൾ സൂര്യൻ തന്നെയാണോ എന്ന് തോന്നിയത്ര എല്ലാവർക്കും. കൃഷ്ണൻ വന്നു, സത്കരിച്ചു, എല്ലാം ചെയ്തു, കഥകളൊക്കെ പറഞ്ഞു. പോവാൻ കാലത്ത് കൃഷ്ണൻ പറഞ്ഞു, സത്രാജിത്തെ, ഈ മണി കൃഷ്ണൻ്റെ മനസ്സിൽ തോന്നിയതാ. ഇത് സത്രാജിത്തിൻ്റെ കയ്യിലിരുന്നാൽ അതിനൊരു അർഹതയില്ലാത്ത ആളാണ്, ആപത്തേ വരുള്ളൂ. അതുകൊണ്ട് ഈ മണി ഇങ്ങോട്ട് തന്നോളൂ, ഞാൻ സുരക്ഷിതമായിട്ട് വെച്ചുകൊണ്ടിരിക്കാം. അതിന് എന്ത് വേണമെങ്കിൽ പ്രതിഫലം, കനകമോ രത്നമോ എന്ത് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അത് പറ്റില്ല, അത് എനിക്ക് തന്നെ വേണം, ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ചതാന്ന് പറഞ്ഞ് സത്രാജിത്ത് ഒരു പോക്ക് പോയി. എന്നിട്ടുണ്ടായതോ താമസിയാതെ സത്രാജിത്തിൻ്റെ അനുജൻ പ്രസേനൻ ആ രത്നം കഴുത്തിലണിഞ്ഞുകൊണ്ട് നായാട്ടിന് പോയി. എന്നിട്ട് നായാട്ടിന് പോയപ്പോഴോ അവിടെ സിംഹം എതിർത്ത് കൊന്നു. എന്നിട്ട് ഈ മണി കടിച്ചുകൊണ്ട് പോയി. ഇതുണ്ടോ? ആരെങ്കിലും ഇത് അറിയുന്നുണ്ടോ? ഇല്ല. പ്രസേനൻ തിരിച്ചു വന്നില്ല എന്ന് കണ്ടപ്പോൾ ഒന്നും രണ്ട് കൂട്ടിക്കൊളത്തി. ആര്? സത്രാജിത്തും കൂട്ടരും. അതെ, ഞാൻ ദ്വാരകയ്ക്ക് പോയി. അപ്പം എൻ്റെ അടുത്തുണ്ടാ കൃഷ്ണൻ ചോദിക്കണു, ഈ കഴുത്തിലുള്ള മണി എനിക്ക് തരൂ, ഞാൻ എത്ര വേണമെങ്കിൽ പണം തരാമെന്ന്. അപ്പം കൃഷ്ണനാണ് ഈ മണിയിൽ കണ്ണ്. ആ കൃഷ്ണൻ പ്രസേനനെ കൊന്ന് ഈ മണി കൈക്കലാക്കിയിട്ടുണ്ടാവും. വല്ല അർത്ഥമുണ്ടോ ഈ പറയുന്നതിൽ? അപ്പം എനിക്ക് തോന്നും ഈ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞത് തെറ്റായോ എന്ന്. സത്രാജിത്തിനെ വന്ന പാട്ടിൽ പോകാൻ പറഞ്ഞാൽ മതി. അപ്പോൾ കൃഷ്ണൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം എന്താ? എല്ലാം അറിയുന്ന ആളാണല്ലോ. അപ്പം സത്രാജിത്തിൻ്റെ കയ്യിൽ ഈ മണി നിൽക്കില്ല എന്നറിയാം. നല്ല ഒരു സാധനം കയ്യിൽ വയ്ക്കാൻ ആ വയ്ക്കുന്ന ആൾക്ക് അതിനുള്ള പ്രഭാവവും മഹിമയും അത് കാത്തുരക്ഷിക്കാനുള്ള ശക്തിയൊക്കെ വേണമല്ലോ. അധികം താമസിക്കാതെ തന്നെ പ്രസേന അത് കൊണ്ടുപോയത്. ആ കൊണ്ടുപോയ മണി ഒരു സിംഹം കടിച്ചു കൊണ്ടുപോകണമെങ്കിലോ ആ സിംഹത്തിൻ്റെ അടുത്ത് നിന്ന് പിന്നെ ജാമ്പവാനാണത് കൈക്കലാക്കിയത്. എന്നിട്ട് കുട്ടിക്ക് കളിക്കാൻ ഒരു പന്ത് പോലെ കളിക്കാൻ കൊടുത്തു അദ്ദേഹത്തിൻ്റെ ഗുഹയിൽ. ഇതാണല്ലോ ചരിത്രം. അപ്പോൾ അപവാദം അങ്ങോട്ട് ഉണ്ടായി. അപവാദമുണ്ടായപ്പോൾ ഇനി അപവാദം നീക്കണമല്ലോ. ഉടനെ കൃഷ്ണൻ പുറപ്പെട്ട് പ്രസേനൻ്റെ ശവം കണ്ടു. അവിടെ നോക്കിയപ്പോൾ സിംഹത്തിൻ്റെ കാലടികളുണ്ട്. ആ കാലടികൾ ചുവട് വെച്ച് പോയി അവസാനം ജാമ്പവാൻ്റെ അവിടെ എത്തി. അപ്പം ജാമ്പവാനോ പൊരിഞ്ഞ യുദ്ധം. ദിനങ്ങളെട്ടും 15 മിനക്കെടാതങ്ങ് അമർ ചെയ്ത ശേഷം മനം തളർന്നു ഭുവി വീണു വൃദ്ധൻ കരേണ നേത്രങ്ങൾ തുറന്നു നോക്കി. കുഞ്ഞത്തമ്പ്യാരുടെ വിവരണമാണ്. 28 ദിവസം പൊരിഞ്ഞ യുദ്ധം. അതിൻ്റെ അവസാനത്തിലാണ് കൃഷ്ണൻ സർവ്വശക്തിയും എടുത്ത് നെഞ്ഞത്തൊരൊറ്റ ഇടി കൊടുത്തത്. അപ്പോൾ താഴത്ത് വീണു അത്രേ. അപ്പോളാ കണ്ണു മിഴിച്ച് നോക്കിയപ്പോൾ ഈ വന്നിട്ടുള്ള ആള് ജാമ്പവാന്റെ മനസ്സിലുള്ള അഹങ്കാരവും ഗർവവും എന്തായിരുന്നു? ഞാൻ രാമഭക്തനാണ്, എൻ്റെ ഗുഹയിൽ ആരാണ് നീ കയറി വരാൻ? വന്ന ആൾ രാമൻ്റെ ജ്യേഷ്ഠനാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടായില്ല. അപ്പോളാ
അപ്പോഴാണ് പറഞ്ഞു സ്തുതിച്ചത് മീനായതും കൂർമ്മമതായതും നീ എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു ആഗ്രഹത്തോടു കൂടി അർത്ഥകാരണത് എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കാൻ. ഇപ്പം ഈ മണി ചോദിച്ച സമയത്ത് ആ മണി ദ്വാരകയിലിരുന്നാലേ എനിക്ക് സമാധാനമുള്ളൂ. രാവണൻ സീതയെ കട്ടുകൊണ്ടു വന്നാലേ അന്ധകരണം പ്രശോഭിതമാവുള്ളൂ എന്ന് ശൂർപ്പണഖ പറഞ്ഞ് ധരിപ്പിച്ചു. അതേമാതിരി ആ മണി കൊണ്ട് ദ്വാരകയെ ഒന്നും കൂടി പോഷിപ്പിക്കാൻ വേണ്ടി കൃഷ്ണൻ ചോദിച്ചതല്ല. അത്രയും പ്രഭയുള്ള ഒരു മണി ആര് സൂക്ഷിക്കണമോ ആ ആൾക്ക് അത് സൂക്ഷിക്കാൻ തക്ക പ്രതാപം വേണം, പ്രഭാവം വേണം. അതിനുള്ള സാമർഥ്യം, കുശലത, കഴിവ്, നിതാന്ത ജാഗ്രത എല്ലാം വേണം. അതൊന്നും ഇല്ല. അതുകൊണ്ട് വരാൻ പോകുന്ന അപകടം മുൻകൂട്ടി കണ്ടു ചോദിച്ചതാണ്. പക്ഷേ ഉണ്ടായതോ അപഖ്യാതിയാണ്. അവിടെയും കൃഷ്ണൻ തെറ്റ് ചെയ്തിട്ടില്ല. ദ്വേഷാന്നാർത്ഥകാരണാത് ന ഹേതുവാദാല്ലോഭാദ്വാ. ഇനി പല വിധത്തിലും തർക്കിച്ച് ദുസ്തർക്കം കൊണ്ട് കാര്യങ്ങൾ നേടുന്നവരുണ്ട്. എന്തെങ്കിലും തരത്തിൽ തർക്കിക്കുക. ആ തർക്കത്തിൽ ചില ബുദ്ധിമാന്മാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് എന്തു വേണമെങ്കിൽ പറയാം, എങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ കാളിദാസനെ കൊണ്ട് രാജകുമാരിയെ കല്യാണം കഴിപ്പിച്ചത് ഒരു കൂട്ടം ബ്രാഹ്മണര് അവരുടെ ദുസ്തർക്കം കൊണ്ടൊക്കെയാണ്. അത് ഞാനിപ്പോൾ പറയണില്ല. ഒഴികഴിവ് പറയുക, തൊടിന്യായങ്ങൾ അവതരിപ്പിക്കുക, അങ്ങനെയൊക്കെ. നഹേതുവാദാത് ലോഭാദ്വാ. ഇനി അത്യാർത്ഥി, ലോഭം, അമിതമായിരിക്കുന്ന ആഗ്രഹം അതുമില്ല. വാ ധർമ്മം ജഹ്യാം കഥഞ്ജന. ആ ധർമ്മം എന്ന് പറയുന്ന ധർമ്മപഥമുണ്ടല്ലോ, അതിൽ നിന്ന് ഞാൻ ഒരടി പതറില്ല, അത് വിട്ടുകളയില്ല. കൃഷ്ണൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ധർമ്മോചിതം, സത്യോചിതം, അതിനനുസരിച്ചേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ലോകത്തിന് നന്മയാണ്. സത്രാജിത്തിനോട് പറഞ്ഞത് സത്രാജിത്തിന് വേണ്ടി ആയിരുന്നില്ലേ? അതുകൊണ്ടാണല്ലോ പെട്ടെന്ന് ആ രത്നവും കൊണ്ട് പ്രസേനൻ പോയി പ്രസേനനെ കൊല്ലാനിട വന്നത്. അപ്പം മണി എപ്പോൾ ധരിക്കണം? നായാട്ടിന് പോകുമ്പോൾ ധരിക്കാനുള്ളതാ. അതെന്തിനു കൊടുത്തയച്ചു? തനിക്ക് കിട്ടിയിട്ടുള്ളത് താൻ സൂക്ഷിക്കണോ അതോ അനുജന് തട്ടിയെടുത്തുകൊണ്ട് പോവാമോ? ഒന്നിലോ കൊടുത്തു, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കൊണ്ട് കൊണ്ടുപോയി. ഇത് രണ്ടും ശരിയാണോ? സൂര്യഭഗവാൻ കൊടുത്തിട്ടുള്ള വിശേഷപ്പെട്ട ഒരു മണി, ലോകം മുഴുവനും സൂര്യപ്രഭയെപ്പോലും നിഷ്പ്രഭമാക്കുന്ന ശോഭയാണ് ആ മണിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു മണി കഴുത്തിൽ ധരിച്ച് പോവുക എന്ന് പറഞ്ഞാൽ എത്രയോ ആൾക്കാർക്ക് ആകർഷണം സൃഷ്ടിക്കുന്നതാണത്. പലരും അത് പിടിച്ചടക്കാൻ സാധിച്ചു എന്ന് വരില്ല, കടന്ന് ആക്രമിക്കും. ഇവിടെ വന്നതൊരു സിംഹമാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ പ്രേക്ഷകരെ? അപ്പം നമ്മുടെ കഥകളൊക്കെ കഥകളാണോ അതോ തത്വകഥനങ്ങളോ? നല്ലപോലെ ആലോചിച്ച് മറുപടി പറയും.